ക്യാമ്പസ് ലൈവ് കോൺവെർസേഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 3 പ്രമേയങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ സംഭാഷണം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നത്. സയ്യിദ് മൗദൂദി, ഇസ്ലാമിക രാഷ്ട്രീയം, ഇസ്ലാമോഫോബിയ എന്നിങ്ങനെയുള്ള 3 വിഷയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഏതാനും ചില ആലോചനകൾ പങ്കുവെക്കുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, സയ്യിദ് മൗദൂദി എന്ന് പറയുന്ന കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ഒരു പഠാൻകോട്ടുകാരനായ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു ഇസ്ലാമിക പണ്ഡിതൻ. എന്തുകൊണ്ടാണ് കേരളത്തിൽ അദ്ദേഹം ഇത്ര വലിയ ചർച്ചയ്ക്ക് വിധേയമാകുന്നത്? കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു പബ്ലിക് ഡിബേറ്റിൽ തന്നെയും പലപ്പോഴും മൗദൂദി എന്നൊരു പേര് വളരെയധികം പ്രോമിനൻ്റായി വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും എന്നത് നമുക്ക് വളരെ കൗതുകകരമായിട്ടുള്ളൊരു ചോദ്യമായിട്ടാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെയാണ് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത്? ഈ മൗദൂദി എന്നുള്ളത് ഇപ്പോൾ പല രീതിയിൽ പലരും പ്രയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ച് മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും മൗദൂദിയുടെ ആശയങ്ങളെ പിന്തുണക്കുന്നവർ മൗദൂദിയെക്കുറിച്ച് പറയും, മൗദൂദി റഹ്മത്തുള്ളയെക്കുറിച്ച് പറയും. ചിലർ സാധാരണഗതിയിൽ സാമ്പ്രദായികമായിട്ട് മൗദൂദി വിമർശകർ ഹമീദ് ചേന്നമംഗലൂർ, എം.എൻ. കാരശ്ശേരി, ഇങ്ങനെ ഒരുപാട് മൗദൂദി വിമർശകർ സ്ഥിരമായി മൗദൂദിയെക്കുറിച്ച് പറയും. പക്ഷേ ഇന്ന് പ്രത്യേകിച്ച് ഭയങ്കര സൈബർ സ്പേസിലൊക്കെ സുഡാപ്പി മൗദൂദി എന്നുള്ളതൊരു തെറിവാക്ക് പോലെയൊക്കെ ഉപയോഗിക്കുന്ന, വളരെ ഡെമണൈസ് ചെയ്യുന്നൊരു വാക്കായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ മൗദൂദിയിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു മൗദൂദി സാഹിബിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ വളരെ കുറേ അധികം മുന്നുപാധികൾ ആവശ്യമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം ഒരു കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ച ഒരാളാണ്. പിന്നെ കഴിഞ്ഞ നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ വളരെ സംഘർഷഭരിതമായിട്ടുള്ള നൂറ്റാണ്ടാണ്, 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം ഒരു ഇസ്ലാമിക രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിച്ച ആളാണ്, ഇങ്ങനെയുള്ളതാണ്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഇന്ന് ആലോചിക്കുകയാണെങ്കിൽ ഇന്നൊരു പക്ഷേ അദ്ദേഹത്തിനെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം ആയിട്ടുള്ള മതരാഷ്ട്രവാദം എന്നതിനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങുന്നതായിരിക്കും കുറച്ചുകൂടി നമുക്ക് സഹായകരമാവുക എന്നാണ് തോന്നുന്നത്. ഈ മതരാഷ്ട്രവാദം എന്നുള്ളത് ഇപ്പോൾ മൗദൂദി സാഹിബിനെ എതിർക്കുന്നവരും അദ്ദേഹം ഒരു മതരാഷ്ട്രവാദിയാണ്, അല്ലെങ്കിൽ ചിലർ അദ്ദേഹം ഒരു മതരാഷ്ട്രവാദി അല്ല. പക്ഷേ എന്താണ് ഈ മതരാഷ്ട്രവാദം എന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റിൻ്റെ ഒരു പ്രൊപ്പോണൻ്റ് ആയിരുന്നില്ല. എന്ന് മാത്രമല്ല, ഈ മതരാഷ്ട്രം എന്ന വാക്കിനെ നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ വിശകലനം ചെയ്യേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നു. അല്ലെ, ഈ മതം എന്താണ്? ഈ മതം, ഇപ്പോൾ മതം എന്നത് എനിക്ക് തോന്നുന്നു വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു സങ്കല്പമാണ്. മതമല്ല, മതം എന്നുള്ള ഒരു സങ്കല്പം, കാറ്റഗറി. ഉദാഹരണം പറഞ്ഞാൽ ക്രിസ്തു മതം, ഇസ്ലാം മതം, ഹിന്ദു മതം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ചരിത്രം, അത് വളരെ യൂറോപ്പിനകത്തെ ചർച്ചും സ്റ്റേറ്റും അല്ലെങ്കിൽ കിങ്ങും തമ്മിലുള്ള ഇടപാടുകൾ, വ്യത്യസ്ത മൂവ്മെൻറ്റുകൾ, അവിടുത്തെ രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായ വ്യത്യസ്ത സംഘർഷങ്ങൾ, ഇതിനകത്തുകൂടിയാണ് ക്രിസ്ത്യാനിറ്റി എന്നുള്ളൊരു മതം രൂപപ്പെടുന്നത്. ഇപ്പോൾ ഹിന്ദു മതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് ജാതി എന്നത് കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു കൊളോണിയൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റങ്ങളോട് കൂടി വളരെ സംഘടിതമായിട്ടുള്ള മതം എന്ന് തന്നെ പറയാൻ പറ്റുമെന്ന് സംശയമാണ്. അതെ അതെ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, പിന്നെ ഈ അങ്ങനെയാണ് ഹിന്ദു ട്രഡീഷൻ്റെ ഒരു ചരിത്രം കിടക്കുന്നത്. ഇസ്ലാം തീർത്തും വിഭിന്നമായ മറ്റൊരു ചരിത്രമാണല്ലോ. അപ്പോൾ മധ്യേഷ്യയിലാണെങ്കിലും ആഫ്രിക്കയിലാണെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിലും സൗത്ത് ഏഷ്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലൊക്കെ ഒരു വ്യത്യസ്തമായ ട്രഡീഷനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, മതം എന്നത് വളരെ ഹോമോജനസ് ആയിട്ടുള്ളൊരു സങ്കല്പമായിട്ട് നമ്മളെല്ലാത്തിനും വിലയിരുത്തുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ട്രഡീഷനുകളുടെ വ്യത്യസ്ത ചരിത്രങ്ങളെ റദ്ദ് ചെയ്യുന്നു, ഇതൊരു ഹോമോജനസ് ആയിട്ടുള്ളൊരു സങ്കല്പത്തെ ഉയർത്തുന്നു. അതോടൊപ്പം തന്നെ ഈ മത ദർശനങ്ങളുടെ, നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ മത പാരമ്പര്യങ്ങളുടെ ദൈവശാസ്ത്ര സങ്കല്പങ്ങൾ എങ്ങനെയാണ് പല കാലങ്ങളിൽ സാമൂഹികമായി ജീവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള വളരെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ മതരാഷ്ട്രവാദം എന്ന് പറയുമ്പോൾ ഇന്ന് പറയുന്നത് മതം വളരെ വർഗീയവും സംഘർഷവുമാണ് എന്ന് പറയുമ്പോൾ ആ വാക്കിന് തന്നെ സത്യത്തിലൊരു പ്രതിസന്ധിയുണ്ട്. നേരെ മറിച്ച് പിന്നെ മൗദൂദി സാഹിബിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് എനിക്ക് തോന്നുന്നത് അദ്ദേഹം മതം എന്ന സങ്കല്പത്തെ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹം മറ്റു പല വാക്കുകളാണ് ഇസ്ലാമിനെ കുറിച്ച് വിശദീകരിക്കാൻ ഉപയോഗിക്കുന്നത്. മറ്റൊന്ന് രാഷ്ട്രം എന്നുള്ളത് അദ്ദേഹം
ഒരിക്കലും ഒരു പിന്നെ സ്റ്റേറ്റ് മോഡേൺ സ്റ്റേറ്റ് എന്ന അർത്ഥത്തിലല്ല അദ്ദേഹം പ്രയോഗിക്കുന്നത്. അദ്ദേഹം കുറച്ചുകൂടി അതിൻ്റെ ഒരു വികാസം, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില രചനകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹം പറയുന്നത് നിസാമെ മുസ്തഫ എന്നുള്ളൊരു വാക്ക് അദ്ദേഹം പ്രയോഗിക്കുന്നുണ്ട്. വേറെയും സിവിലൈസേഷൻ എന്നുള്ള അർത്ഥത്തിൽ. അപ്പം അദ്ദേഹം ഒരു ഇന്ന് കാണുന്നൊരു മോഡേൺ സ്റ്റേറ്റിനെ അതേപടി ഒരു 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 പുരോഹിത വർഗം ഭരിക്കുന്ന ഒരു മതം എന്ന സങ്കല്പത്തെ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്, എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ആക്ഷേപങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ജീവിച്ച കാലത്തെ പരിഗണിക്കുന്നില്ല, അദ്ദേഹം ഇടപെട്ട സങ്കല്പങ്ങളെ പരിഗണിക്കുന്നില്ല, അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്നതിനെക്കുറിച്ച് അതത്ര സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പൊതു വ്യവഹാരങ്ങൾ എടുക്കുമ്പോൾ ഇസ്ലാമിനെ കുറിച്ചുള്ള മനസ്സിലാക്കലുകളിൽ ഇപ്പോൾ നമുക്കൊരു മെത്തഡോളജിക്കലായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടോ ആയിട്ടുള്ളൊരു മണ്ഡലമായിട്ട് ഇസ്ലാമിനെ കാണുന്ന സമീപനങ്ങളോ അല്ലെങ്കിൽ അത്തരം ഒരു ഇടപെടലുകളൊന്നും നമുക്ക് ലഭ്യമല്ല എന്നുള്ളൊരു പ്രതിസന്ധി കൂടി അതിലുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ പറ്റും. ഞാനിങ്ങനെ ആലോചിച്ചത് ഇപ്പോൾ ഈ സൊഹ്റാൻ മംദാനിയുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളൊക്കെ അദ്ദേഹം അവിടുത്തെ ന്യൂയോർക്കിൽ മേയറായിട്ടൊക്കെ വരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് പിന്നെ മഹ്മൂദ് മംദാനി ലോകം അറിയപ്പെടുന്ന വലിയൊരു സ്കോളറാണ്. നമുക്കറിയാം ഇപ്പോൾ ആഫ്രിക്കൻ കോൺഗ്രസ്സിൽ മുമ്പ് നടത്തിയൊരു എത്നോഗ്രഫി ഉണ്ട്, പിന്നെ ഡിഫൈൻ ആൻഡ് റൂൾ എന്ന് പറഞ്ഞിട്ടുള്ള. ഈ മതരാഷ്ട്രം എന്നുള്ളൊരു സങ്കല്പത്തെക്കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ആരോപണം വരുമ്പോൾ അതിൽ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ മതം എന്ന ഒരു കാറ്റഗറിയിലുണ്ട്, പിന്നെ അതുപോലെ തന്നെ രാഷ്ട്രം എന്നുള്ളൊരു കാറ്റഗറി ഉണ്ട്. ഈ മതം എന്നുള്ളത് നമുക്കറിയാം ഇപ്പോൾ എന്താണ്, ഹിന്ദുയിസം എന്ന് പറയുന്ന ഒരു വളരെ ജാതികളുടെ ഒരു കൂട്ടാണ് മതം എന്നൊരു ഡെഫിനേഷനകത്തേക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള പ്രതിസന്ധി ഉണ്ട്. ക്രൈസ്തവതക്ക് അതിൻ്റേതായ ഒരു ചരിത്രമുണ്ട്, ഇസ്ലാം എന്നുള്ളത് മറ്റൊരു ലോകവീക്ഷണമായിട്ട് അത് മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെ മതം എന്ന് പറയുന്ന ഒരൊറ്റ പിന്നെ ഫോമിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ നിർവചിക്കുകയും ആ നിർവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ അത് ഒരു രാഷ്ട്രത്തെ ഫോം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഞാൻ മനസ്സിലാക്കി ജമാഅത്ത് ഇസ്ലാമി അങ്ങനെ ഒരു മതരാഷ്ട്രം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ മുന്നോട്ട് വെക്കുന്ന ഒരു സ്വഭാവത്തിലല്ല നമുക്ക് ഇടപെടുന്നതെന്ന് കാണാൻ പറ്റും. മറിച്ച് ഇസ്ലാമിനൊരു ലോകവീക്ഷണമായിട്ട് കാണുകയും ഇസ്ലാമിന് ഒരു മെത്തഡോളജി ആയിട്ട് മനസ്സിലാക്കുകയും ലോകത്തെ എങ്ങനെ മനസ്സിലാക്കണം, കാര്യങ്ങൾ എങ്ങനെ വിലയിരുത്തണം എന്നതിന് ഒരു മെത്തഡോളജി ആയിട്ട് ഇസ്ലാമിനെ മനസ്സിലാക്കുന്നു. അത് തന്നെയാണ് ലാർജ്ലി മൗലാന മൗദൂദി സാഹിബ് അടക്കമുള്ള ആളുകൾ തന്നെയും പറയാൻ ശ്രമിച്ചത്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഡിവൈഡ് ആൻഡ് റൂൾ നിന്നൊക്കെ മാറി കുറച്ചും കൂടിയും ഇത് ഒരു ഡിഫൈൻ ചെയ്യുകയാണ്. ഇവിടുത്തെ ഒരു സെക്കുലർ പൊതുമണ്ഡലം നൽകുന്ന ഒരു പ്രിവിലേജിനകത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ അതാണ് ഈ പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഒരു എന്താണ് മതരാഷ്ട്രം, അതിന് പ്രത്യേക മീനിങ് ഉണ്ട്. പക്ഷെ ഈ പറയുന്ന സംവർഗങ്ങളൊക്കെ പല ചരിത്ര സന്ദർഭങ്ങളിൽ വിനിമയം ചെയ്തിട്ടുള്ള അർത്ഥങ്ങളെ കാണാതെ വളരെ പിന്നെ പ്ലെയിൻ ആയിട്ടുള്ള ചില ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നതിനപ്പുറം അതിൽ ഒരു അതെ എനിക്ക് തോന്നുന്നു നിങ്ങൾ പറഞ്ഞ പോലെ കേരളത്തിലെ ഒരു പൊതുമണ്ഡലത്തിലെ മൗദൂദി ചർച്ചകൾ വളരെ അടഞ്ഞതാണ്, വളരെ പിന്നെ ഉപരിപ്ലവമായിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ കുറച്ചുകൂടി മൗദൂദിയുടെ ഒരു ഇൻ്റലക്ച്വൽ പ്രോജക്റ്റ് എന്തായിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ മൗദൂദി സാഹിബിൻ്റെ അതിനെ കുറച്ചുകൂടി വിശാലമായിട്ട് കാണുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് നിരീക്ഷണങ്ങൾ നമുക്ക് കണ്ടെടുക്കാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നിരീക്ഷണം നടത്തുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ഒരു ആദ്യ പകുതിയിലും രണ്ടാം പകുതിയിലും ജീവിച്ച ആളാണല്ലോ അദ്ദേഹം. അപ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ എന്താണ് ഇസ്ലാമിക ചിന്തകർ ആലോചിച്ചത്, അവരെ വേട്ടയാടിയിട്ടുള്ള ചോദ്യങ്ങൾ എന്താണ്, ഇങ്ങനെ പരിശോധിക്കുമ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഖിലാഫത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം മുസ്ലിം ലോകത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചർച്ചയാണ് സത്യത്തിൽ ഒരു മുസ്ലിം സോവറീനിറ്റിയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ എന്ന് പറയുന്നത്. അത് മൗദൂദിയിൽ മാത്രമൊന്നുമല്ല, അത് അല്ലാമ ഇക്ബാൽ റഹിമഹുല്ലയിൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇസ്ലാമിൻ്റെ ഒരു പിന്നെ പരമാധികാരമുള്ള സ്ഥലം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വേറെയും ചിന്തകർ, ഇപ്പോൾ മുഹമ്മദ് അസദ് ഇതേ സംബന്ധിച്ച് എഴുതുന്നുണ്ട്. അബുൽ കലാം ആസാദ് നമ്മൾ ഈ കുമത്ത ഇലാഹി എന്ന് പറയുന്ന അദ്ദേഹം അത് പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ഈ ഒരു വ്യവഹാര ലോകത്തിനകത്ത് നിന്നുകൊണ്ടാണ് മൗദൂദി വളരുന്നതും അദ്ദേഹത്തിൻ്റെ ചിന്തകൾ പങ്കുവെക്കുന്നത്. ഫൂക്കോ പറയുന്നുണ്ടല്ലോ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിലനിൽക്കുന്നത് ഒരു ഡിസ്കോഴ്സിനകത്താണ്. ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ആ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ഒരു ഹിസ്റ്ററിയെ തള്ളിക്കൊണ്ടൊരിക്കലും അദ്ദേഹത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇനി അവിടെ നിന്ന് അദ്ദേഹം എഴുതുമ്പോഴും ഈ ചിന്തകരിൽ നിന്ന് അദ്ദേഹം വ്യത്യാസപ്പെടുന്ന ഒരുപാട് മേഖലകളുണ്ട്. ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മൗദൂദി സാഹിബിനെ കുറിച്ചുള്ള പല ചർച്ചകളിലും പലരും ചെയ്യാൻ ശ്രമിക്കുന്നൊരു കാര്യം മൗദൂദി ഒരു വലതുപക്ഷ ചിന്തകനാണ് എന്ന് ആരോപിക്കാനാണ്. മൗദൂദി സമങ്കോളുള്ള ആൾക്കാരാണ്. പക്ഷേ വളരെ വളരെ അശ്ലീലമായിട്ടുള്ളൊരു കമ്പാരിസൺ. ഉദാഹരണത്തിന്
ലോകത്തെ എല്ലാ വലതുപക്ഷ പ്രസ്ഥാനങ്ങളും വംശീയ പ്രസ്ഥാനങ്ങളും എത്നോ നാഷണലിസത്തെ കേന്ദ്രീകരിച്ചിട്ടാണ് ഉള്ളത്. ഇപ്പോൾ സംഘ് പരിവാർ ഇതൊരു എത്നോ നാഷണലിസ്റ്റ് ഇമാജിനേഷനാണത് മുന്നോട്ട് വെക്കുന്നത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ യൂറോപ്പിലെ വെള്ള വലതുപക്ഷവാദികൾ അവരൊരു എത്നോ നാഷണലിസത്തെ പ്യൂർ വൈറ്റിൻ്റെ ഒരു ഗേഹത്തെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. സിയോണിസ്റ്റുകൾ അവർ എത്നോ നാഷണലിസം. പക്ഷേ മൗദൂദി സാഹിബ് റഹ്മത്തുള്ളാഹിയുടെ ഫണ്ടമെൻ്റൽ ക്രിട്ടീക്ക് എന്ന് പറയുന്നത് നാഷണലിസത്തിനെതിരായിരുന്നു എന്നുള്ളതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് നമ്മൾ ഈ സൗത്ത് ഏഷ്യയിലെ 3 പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളിലും മൗദൂദി സാഹിബ് ദേശവിരുദ്ധനാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രീയ ചിന്തകൻ എന്നുള്ള അർത്ഥത്തിൽ ആളുകൾ ദേശവിരുദ്ധത ആരോപിക്കും. പാകിസ്ഥാനിൽ അദ്ദേഹം പാകിസ്ഥാൻ വാദത്തിനെതിരായിരുന്നു, അതുകൊണ്ടുള്ള പ്രശ്നമുണ്ട്. ബംഗ്ലാദേശിൽ അവിടുത്തെ ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ആദ്യം പാകിസ്ഥാനിലുണ്ടായിരുന്ന അവർ ബംഗ്ലാദേശ് രൂപീകരണത്തിനെതിരായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഒരു ഇസ്ലാമിക ചിന്തകൻ 3 രാഷ്ട്രങ്ങളിലും ദേശവിരുദ്ധനാകുന്നത് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ദേശീയതയോടുള്ള വിമർശനമാണ്. ദേശീയതയോടുള്ള വിമർശനം എന്ന് പറയുമ്പോൾ ദേശീയതയുടെ വംശീയ സ്വഭാവത്തെയാണ് അദ്ദേഹം വിമർശിക്കുന്നത്. മറ്റൊന്ന് പലരും പറയുന്നത് അദ്ദേഹം ജനാധിപത്യത്തെ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. ഒരിക്കലും അദ്ദേഹം ജനാധിപത്യത്തെ തള്ളിക്കളയുന്നില്ല. ജനാധിപത്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ജനാധിപത്യം ഒരു നമ്പർ ഗെയിം ആകുന്നതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. അതൊരു മെജോറിറ്റേറിയനിസത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നതായിട്ട് കാണാം, സത്യം തീരുമാനിക്കുന്നത് ആരാണ്, ഇത്ര എണ്ണം നോക്കിയിട്ടാണോ, ഒരു നമ്പർ ഗെയിം ആകരുത് എന്നുള്ളത്. അപ്പോൾ ജനാധിപത്യം അതല്ലാത്ത രീതിയിൽ അദ്ദേഹം എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം തിയോ ഡെമോക്രസി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യത്തെ അദ്ദേഹം തള്ളിക്കളയണമെന്ന് അദ്ദേഹം തിയോ ഡെമോക്രസി എന്ന് പറയില്ലല്ലോ. അപ്പോൾ അദ്ദേഹം ജനാധിപത്യത്തിൻ്റെ മെജോറിറ്റേറിയനിസത്തിലേക്ക് പോകാനുള്ള സാധ്യതകളെയാണ് അദ്ദേഹം വിമർശിക്കുന്നത്. മൂന്നാമത്തെ അദ്ദേഹം തീർച്ചയായും സെക്യുലറിസത്തെ വിമർശിക്കുന്നു. സെക്യുലറിസത്തെ വിമർശിക്കുക എന്ന് പറയുമ്പോൾ പലരും അത് അവതരിപ്പിക്കുന്നത്, അപ്പോൾ സെക്യുലറിസത്തെ വിമർശിച്ചാൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ബായിനെ അദ്ദേഹം തള്ളിക്കളയുന്നു. അങ്ങനെയല്ല. സെക്യുലറിസം എന്നൊരു ജ്ഞാനാധികാരമാണ്. ലോകത്ത് പല സമൂഹങ്ങളും വളരെ സഹവർത്തിത്വത്തോടു കൂടി ജീവിച്ചിട്ടുണ്ട് സെക്യുലറിസം എന്ന സങ്കല്പത്തിൻ്റെ പിൻബലമില്ലാതെ തന്നെ. ഇസ്ലാമിക നാടുകൾ നമുക്കറിയാം സെക്യുലർ ആയതുകൊണ്ടല്ല, അല്ലെങ്കിൽ തന്നെ അവർക്ക് കോഎക്സിസ്റ്റൻസ് ഇതിലും നന്നായിട്ട് നടത്തിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അതിനൊരു ജ്ഞാനാധികാരത്തെ, അതായത് സെക്യുലറിസം പറയുന്ന പൊതു സ്വകാര്യം എന്ന വിഭജനത്തെ അദ്ദേഹം തള്ളിക്കളയുന്നുണ്ട്. അതാണ് അദ്ദേഹത്തോട് സെക്യുലറിസത്തോടുള്ള വിമർശനം. അത് സംഘപരിവാറിൻ്റെ വിമർശനം അല്ലാതെ, അത് കുറേ കൂടി ബഹുസ്വരതയെ അല്ലെങ്കിൽ കുറേ കൂടി വ്യത്യസ്ത ജനതകളുടെ ആവിഷ്കാരങ്ങളെ സാധ്യമാക്കുന്നൊരു വിമർശനം സംഘപരിവാറിൻ്റെതല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, വലതുപക്ഷ പ്രസ്ഥാനങ്ങളോട് മൗദൂദിയെ സമീകരിക്കാൻ കഴിയാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം അദ്ദേഹം എത്നോ നാഷണലിസത്തെ കേന്ദ്രീകരിച്ചിട്ടല്ല പറയുന്നത്. രണ്ടാമത്തെ സംഗതി, എല്ലാ വലതുപക്ഷ പ്രസ്ഥാനങ്ങളും ക്യാപിറ്റലിസത്തിൻ്റെ കൂടെയാണ് ഉള്ളത്. പക്ഷെ മൗദൂദി വളരെ നിശിതമായി വിമർശിക്കുന്ന ഒന്നാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. മറ്റൊന്ന് സംഗതി, അദ്ദേഹം ഒരിക്കലും ഒരു റിട്ടേൺ ടു ദ പാസ്റ്റ് എന്ന ഒരാശയത്തെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നില്ല. നമുക്ക് റിട്ടേൺ ടു ദ പാസ്റ്റ് എന്ന ആശയങ്ങൾ പലപ്പോഴും വളരെ ഹിംസാത്മകമായിട്ട്, കാരണം പണ്ടൊരു നല്ല കാലം ഉണ്ടായിരുന്നു, അതിലേക്ക് തിരിച്ചു പോകാനുള്ള. പക്ഷെ അദ്ദേഹം ചെയ്യുന്നതാണ്, അങ്ങനെ ഒരു ഗോൾഡൻ പാസ്റ്റിനെ കുറിച്ചല്ല അദ്ദേഹം പറയുന്നത്. ഇന്നത്തെ അധികാര പ്രശ്നങ്ങളിൽ ഇസ്ലാമിക പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ ഇടപെടാം എന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ സയനിസ്റ്റുകൾ, ഞങ്ങൾക്ക് 3000 കൊല്ലം മുമ്പ് ഇസ്രായേൽ ഉണ്ടായിരുന്നു, അത് വളരെ വംശീയമായ അജണ്ടയായി മാറുന്നു. ഇന്ത്യയിലെ ഹിന്ദുത്വവാദികൾ ഞങ്ങൾ പണ്ട് ഇവിടെ ഹിന്ദു ലാൻഡായിരുന്നു എന്ന് പറയും, അതും വളരെ റേഷ്യൽ കൊണോട്ടേഷനിലേക്ക് പോകുന്നു. പക്ഷേ മൗദൂദി സാഹിബ് അങ്ങനത്തെ ഒരു പാസ്റ്റിനെ കുറിച്ചല്ല. അദ്ദേഹം ഹിസ്റ്ററി, അദ്ദേഹത്തിനെതിരെയുള്ള പല ഇസ്ലാമിക പണ്ഡിതരുടെയും വിമർശനത്തിൻ്റെ കാരണം ഖിലാഫത്ത് ഓർ മുലൂക്കിയത്ത് എന്ന പുസ്തകമാണ്. അതേ ഇസ്ലാമിക ഹിസ്റ്ററിയെ തന്നെ വളരെ ക്രിട്ടിക്കലി അപ്രോച്ച് ചെയ്യാം. ഇദ്ദേഹത്തിൻ്റെ തന്നെ ഇപ്പോൾ മൗദൂദി സാഹിബിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഇടപെടലുകളെ കുറിച്ച് ഇപ്പോൾ നമുക്കറിയാലോ, ഇസ്ലാമിൻ്റെ ട്രഡീഷൻ അകത്ത് നിന്നുകൊണ്ടുള്ള വ്യത്യസ്ത കാറ്റഗറികൾ, ഇപ്പോൾ ഹുമൈറ ഇഖ്തിദാറിനൊക്കെ പോലുള്ള പിന്നെ പണ്ഡിതർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ജിസിയ എന്നുള്ളതിനെ ഒരു സോഷ്യൽ കോൺട്രാക്റ്റ് ആയിട്ട് എങ്ങനെയാണ് പിന്നെ വെക്കുന്നത് എന്ന് വളരെ പിന്നെ ഇൻട്രസ്റ്റിംഗ് ആണ് ആ നിരീക്ഷണം എന്ന് പറയുന്നത്. ഇപ്പോൾ സോഷ്യൽ കോൺട്രാക്ട് തിയറിൻ്റെ ഒരു പ്രത്യേകത പലപ്പോഴും ഒരു മോഡേൺ നേഷൻ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ആലോചിക്കുമ്പോൾ പിന്നെ തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ ഡെവലപ്പ് ചെയ്ത ബേസിക്കലി നമ്മളുടെ സ്റ്റേറ്റുമായിട്ടുള്ള സിറ്റിസൻ്റെ ഒരു പൗരൻ്റെ ഒരു പിന്നെ ഇടപാട് എന്ന് പറഞ്ഞ ഒരു കോൺട്രാക്റ്റ് ആണല്ലോ. അപ്പോൾ ആ സ്വഭാവത്തിൽ പിന്നെ ഇപ്പോൾ മുസ്ലിങ്ങളല്ലാത്തവരോടുള്ള ഒരു പിന്നെ ഇടപാട് എങ്ങനെയായിരിക്കും എന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനെ ജിസിയയുമായി കണക്ട് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് മൗലാന മൗദൂദി വായിക്കുന്നത് എന്ന് പിന്നെ പിൽക്കാലത്ത് അദ്ദേഹത്തെക്കുറിച്ച് ഹുമൈറൊക്കെ പോലുള്ള സ്കോളേഴ്സ് പറയുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവരനെ കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന അല്ല ആ സ്വഭാവത്തിൽ ഒരു അതറിനെ എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളത്
പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അന്വേഷിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇസ്ലാം എങ്ങനെയാണ് അതിൻ്റെ ഒരു ചരിത്രത്തിലുടനീളം ഒരു ഓപ്പൺ സിവിലൈസേഷനായിട്ട് നിലനിന്ന് ഇപ്പോൾ റിസപ്ഷൻ തുക്കനൊക്കെ പോലുള്ള സ്കോളേഴ്സ് അത് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെ ഇപ്പോൾ ജിസിയ ഉണ്ടാകുമ്പോൾ ജിസിയനെ വളരെ പിന്നെ പൈശാചികവൽക്കരിച്ചുകൊണ്ടാണ് പിന്നെ പല ഓറിയൻ്റലിസ്റ്റ് ആഖ്യാനങ്ങളും മറ്റൊക്കെ നമുക്ക് കാണാൻ പറ്റുക. പക്ഷേ ജിസിയനെ എങ്ങനെയാണ് ഒരു കോൺട്രാക്റ്റ് ആക്കിയിട്ട് മൗലാന മൗദൂദി പിന്നെ പ്രസൻറ്റ് ചെയ്തെന്നുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറച്ചും കൂടി അത് ഒന്ന് പറഞ്ഞാൽ അതിൽ എങ്ങനെയാണ് കുറച്ചും കൂടി അതിനെ. എനിക്ക് തോന്നുന്നത് പിന്നെ മൗദൂദി സാഹിബിനെ കുറിച്ച് വളരെ രസകരമായിട്ടുള്ള നിരീക്ഷണങ്ങൾ പങ്കുവെച്ച ആളാണ് ഹുമൈറ ഇഖ്തിദാർ. ഒരു ഡിക്കൊളോണിയൽ സ്കോളർ എന്ന നിലയിൽ അദ്ദേഹം അവർ മൗദൂദിയെ പരിഗണിക്കുന്നു എന്നുള്ളതാണ്. അവർ പറയുന്നത് ജിസിയ എന്നുള്ളത് ഒരു ഇസ്ലാമിലെ ശരിയയിലൊരു സങ്കല്പമാണല്ലോ. നമ്മൾ മുസ്ലിം പൗരന്മാർ മുസ്ലിം ഭരണകൂടത്തിന് കൊടുക്കുന്ന നികുതി എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹം അങ്ങനെ അല്ല അതിനെ കാണുന്നത് എന്നുള്ളതാണ് ഹുമൈറ ഇഖ്തിദാർ പറയുന്നത്. ഹുമൈറ ഇഖ്തിദാർ പറയുന്നത് ഒരു സ്റ്റേറ്റിനകത്ത് അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിനകത്ത് മൈനോറിറ്റിയെ എങ്ങനെ അതിൻ്റെ ഒരു സെൻറ്റർ പോയിന്റിലേക്ക് കൊണ്ടുവരാം, അതിനെതിരെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള മുൻവിധികളെ എങ്ങനെ ഒരു കരാറിലൂടെ മൈനോറിറ്റി ഇതിൻ്റെ പ്രധാന ഭാഗമാണ്. മൗദൂദി സാഹിബ് സ്റ്റേറ്റിനെ എങ്ങനെയാണ് കാണുന്നുള്ളത് കൂടി പരാമർശിക്കണം എന്ന് തോന്നുന്നുണ്ട്. അതെ മോഡേണൈസ് സ്റ്റേറ്റ് അല്ല മൗദൂദി സാഹിബ് പറയുന്ന സ്റ്റേറ്റ് എന്നുള്ളത് കൂടി അവിടെ പ്രധാനമാണെന്നുള്ളത്. അതെ തോന്നുന്നു. ഈ നിങ്ങൾ പറഞ്ഞ പോലെ ഈ മോഡേൺ നാഷൻ സ്റ്റേറ്റ് അല്ല അദ്ദേഹം പറയുന്നതെന്ന് പറയുമ്പോൾ ഈ പരമാധികാരം എന്നുള്ള സംഗതി എങ്ങനെയാണ് മുസ്ലിം നാടുകളിൽ പ്രവർത്തിച്ചത് എന്നുള്ള, ഇന്നിപ്പോൾ പറയുന്നത് ഒരു മതരാഷ്ട്രം വന്നാൽ മറ്റുള്ളവരൊക്കെ കൊല്ലും എന്നർത്ഥത്തിലാണല്ല. അത് അതിന് ഇസ്ലാമോഫോബിയാണ്, നമുക്ക് അതിലേക്ക് വരാം. പക്ഷേ മുസ്ലിം പരമാധികാരങ്ങൾ അങ്ങനെ അല്ലല്ലോ ലോകത്ത് പ്രവർത്തിച്ചത്. ആധുനിക മംദാനിയിലേക്ക് തന്നെ വരികയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് ഈ പൊളിറ്റിക്കൽ മൊഡേണിറ്റിയുടെ പ്രശ്നമാണ് ഈ മെജോറിറ്റേറിയൻ അത് മൈനോറിറ്റികളെ നിഷ്കാസിതമാക്കുക എന്നാണ്. പക്ഷെ മുസ്ലിം പരമാധികാരങ്ങൾ അങ്ങനെയല്ല പ്രവർത്തിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് ലീഗൽ പ്ലൂരലിസം ഉണ്ടായിട്ടുണ്ട് മുസ്ലിം സോവറിനിറ്റികളുടെ കീഴിൽ. ഇപ്പോൾ ഇവിടെ നിയമങ്ങൾ, ഇപ്പോൾ ഹല്ലാക്കിനെ പോലുള്ള ആളുകൾ പറയും, നിയമങ്ങളൊരു ഭരണകൂട ചട്ടുകായിട്ടല്ല ഇവിടെ പ്രവർത്തിച്ചത്. പലപ്പോഴും ഭരണകൂട വിമർശനമാണ്. ഇപ്പോൾ ഖാളി, മുഫ്തി എന്നൊക്കെ പറയുന്നത് ഭരണകൂടത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ജനകീയമായിട്ടുള്ള അധികാര കേന്ദ്രങ്ങളാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള സംഭവമുണ്ട്. അതിൻ്റെ ഒരു ട്രഡീഷൻ അകത്തുനിന്നാണ് മൗദൂദി സംസാരിക്കുന്നത്. അതൊരിക്കലും ഇന്ന് കാണുന്ന സംഭവമല്ല, അല്ലെങ്കിൽ ക്രിസ്ത്യൻ പാരമ്പര്യത്തിൽ പറയുന്ന ഒരു തിയോക്രാറ്റിക് സ്വഭാവവും അല്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഇഖ്തിദാർ പറയുന്നത് എങ്ങനെയാണ് മൗദൂദി സാഹിബ് എനിക്ക് വളരെ രസകരമായി തോന്നിയൊരു സംഭവം എന്ന് വെച്ചാൽ, മൗദൂദി സാഹിബ് ഒരു ഫിഖ്ഹി സങ്കല്പത്തെ ഒരു പൊളിറ്റിക്കൽ സങ്കല്പമായിട്ട് മാറ്റുന്നു. ഇത് മൗദൂദിയെ മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. അദ്ദേഹത്തിലൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു ലീഗൽ ടു പൊളിറ്റിക്കൽ, ഒരു ഡെമോക്രാറ്റിക് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള അദ്ദേഹം ഇസ്ലാമിനെ അങ്ങനെയല്ല കാണുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ കോർ നിൽക്കുന്നത്, ലീഗൽ ടു ദി പൊളിറ്റിക്കൽ. അതുകൊണ്ടാണ് അദ്ദേഹം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബാക്ക് ടു ദി പാസ്റ്റ് എന്നല്ല അദ്ദേഹം, എൻഗേജിങ് ടു ദി പൊളിറ്റിക്കൽ എന്നുള്ളതാണ് അദ്ദേഹം. പൊളിറ്റിക്കൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ അറേഞ്ച്മെൻറ്റ്സ് എന്നുള്ള അത് വളരെ പ്രധാനമാണ്. അപ്പോൾ അദ്ദേഹം ഏതൊരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോഴും, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില എഴുത്തുകളിൽ കാണാം ഫിഖ്ഹിൽ അദ്ദേഹം ഹനഫി മദ്ഹബ് പിന്തുടരുന്നു, അതിനു വേണ്ടി പറയുന്നു. തസവുഫ് അദ്ദേഹത്തിന് പ്രശ്നമില്ല. പിന്നെ എന്താണ് അദ്ദേഹത്തിൻ്റെ ഇൻ്റലക്ച്വൽ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു ഫിഖ്ഹി, സാമ്പ്രദായിക ഫിഖ്ഹി, ഞാൻ പറയുന്നത് ഫിഖ്ഹിൻ്റെ വിശാലാർത്ഥത്തിലല്ല, അങ്ങനത്തെ ഒരു പ്രശ്നമായിട്ടല്ല അദ്ദേഹം വെക്കുന്നത് അതിൻ്റെ ഒരു ഡീപ്പ് പൊളിറ്റിക്കൽ പ്രോബ്ലമായിട്ടാണ്. അതൊരു ഇന്നത്തെ ഒരു യൂറോ കേന്ദ്രീകൃത ലോകത്തോടുള്ളൊരു വിമർശനമാണ് സത്യത്തിൽ. ഉദാഹരണത്തിന് മാലിക് ബിൻ നബിയും സയ്യിദ് മൗദൂദിയോട് കൈറോയിൽ വെച്ച് കണ്ടുമുട്ടുന്നുണ്ട്. അപ്പോൾ കൈറോയിൽ വെച്ച് പിന്നെ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, മാലിക് ബിൻ നബി അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നല്ലോ അൾജീരിയ എന്നുള്ള, അദ്ദേഹം വിദ്യാർത്ഥികളായിട്ട് വരും. എന്നിട്ട് മൗലാന മൗദൂദിയോട് ചോദിക്കുമ്പോൾ എന്താണ് മുസ്ലിങ്ങളുടെ പ്രശ്നം, അദ്ദേഹം പറയുന്നത് കൊളോണിയലിസമാണ് എന്നാണ് പറയുന്നത്. അത് മുസ്ലിങ്ങളുടെ ഒരു ധാർമ്മിക പ്രശ്നമല്ല അദ്ദേഹം പറയുന്നത്, മുസ്ലിങ്ങളുടെ ആന്തരികമായിട്ടുള്ള ഒരു പരാജയത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുസ്ലിങ്ങളുടെ ഒരു ധാർമ്മിക പ്രശ്നങ്ങൾ തന്നെയും ലാർജ്ലി രാഷ്ട്രീയ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ഒരു അണ്ടർസ്റ്റാൻഡിങ് കൂടി പ്രധാനം. നമ്മൾ ഈ സാധാരണ മൗദൂദി സാഹിബിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം സിയാവുദ്ദീൻ സർദാറിനോട് പറയലാം. അതായത് സിയാവുദ്ദീൻ സർദാർ അദ്ദേഹത്തെ കാണാൻ പോയി, നിങ്ങൾ സൈനികമായിട്ട് ഇസ്ലാമിക്കിന് വേണ്ടി പ്രമാണിയെടുക്കാനോ അദ്ദേഹം ചെയ്യില്ല. അദ്ദേഹം പറയുന്ന വാക്ക്, തോക്കിൻ കുഴലിലൂടെ വന്ന വിപ്ലവം തോക്കിൻ കുഴലിലൂടെ നിലനിൽക്കും.
അപ്പോൾ നമ്മൾ പറയും മൗദൂദി വയലൻസിനെ കുറിച്ച് അങ്ങ് വയലൻ്റ് ആയിട്ടല്ല ലണ്ടനിൽ നടന്ന ഇന്റർവ്യൂവിൽ ഇന്റർവ്യൂവിൽ പറയാം. ശരിയാണ്, മൗദൂദി സാഹിബ് അങ്ങനെ വയലൻ്റ് ആയ ഒരു രീതിയെ പറയുന്നില്ല എന്നത് ശരി. പക്ഷെ അതിനേക്കാളും ഡീപ്പായ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിടക്കുന്നുണ്ട്. മൗദൂദി സാഹിബ് കൊളോണിയലിസത്തെ കാണുന്നത് അത് വളരെ ഡീപ്പ് പൊളിറ്റിക്കൽ എപ്പിസ്റ്റമോളജിക്കൽ ക്രൈസിസ് ആയിട്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനത്തെ നമുക്ക് അങ്ങനെ ഒരു പ്രതികരണാത്മക യുക്തിയിലല്ല അത് നേരിടേണ്ടത്. നമ്മളെ ഇൻ്റലക്ച്വലി എപ്പിസ്റ്റമോളജിക്കലി പൊളിറ്റിക്കലി മറികടക്കേണ്ടുന്ന പ്രശ്നമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ സങ്കല്പത്തെ കുറിച്ച് ആലോചിച്ച് നോക്കിയാൽ ഇപ്പോൾ അദ്ദേഹം പലരും മോഡേണിറ്റി എതിർക്കുക എന്ന് പറയുമ്പോൾ നേരെ ട്രഡീഷൻ എന്നൊരു ബൈനറിയിൽ പലരും ആലോചിക്കാണ്. പക്ഷെ അദ്ദേഹം അങ്ങനെയല്ല ചെയ്യുന്നത്. അദ്ദേഹം തിയോ ഡെമോക്രസി എന്നുള്ളൊരു പുതിയ സങ്കല്പത്തെ രൂപപ്പെടുത്തുക, അതൊരു ക്രിട്ടിക്കൽ എൻഗേജ്മെൻ്റ് ആണ്. അത് അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക ചിന്ത കേവല നിയമ കേന്ദ്രീകൃതമായതിൽ നിന്ന് മാറ്റി ഡീപ്പ് പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻസിലേക്ക് അദ്ദേഹം കൊണ്ടുവരുന്നതുകൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഈ മെറ്റീരിയൽ ലോകത്ത് ഇടപെടുക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ് ദുനിയാവിൽ ഇടപെടുക എന്നുള്ളത്. അപ്പോൾ അത് ഇസ്ലാമിനെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. എന്നാൽ കേവലമായി ഒരു പരലോകത്തെക്കുറിച്ച് സംസാരിച്ച് അവസാനിക്കുന്ന ഒരു സങ്കല്പമല്ലല്ലോ മനുഷ്യൻ്റെ ജീവിതം ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ ആ നിലക്ക് കൂടി ഇപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു ലോകവീക്ഷണമായിട്ട് കാണുന്നു. പക്ഷെ അതിനെയാണ് പിന്നീട് അവിടെയാണ് നമ്മളിപ്പോൾ ഡോക്ടർ ഉവൈമർ അഞ്ചും ഉന്നയിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ്, ലോ ആൻഡ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകമുണ്ടല്ലോ. അപ്പോൾ അതിൽ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്ന കാര്യം എനിക്ക് വളരെ കൗതുകകരമായി തോന്നിയൊരു ചോദ്യമാണ്. ഇപ്പോൾ നമുക്കറിയാം, നിങ്ങളെന്താണ് ഇസ്ലാമിൽ ഈ രാഷ്ട്രീയം കടത്തിക്കൂട്ടുന്നത്, എന്തുകൊണ്ടാണ് രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ പറയുന്നത് എന്നൊരു ചോദ്യം ശരിക്ക് ഉവൈമർ അഞ്ചുമേൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ലല്ലോ ശരിക്കും ചോദിക്കേണ്ടത്. എന്നു മുതലാണ് ഇസ്ലാം ഈ രാഷ്ട്രീയം നഷ്ടപ്പെട്ടു തുടങ്ങിയത് എന്നുള്ളതാണല്ലോ ബേസിക് ചോദ്യം. പറയുന്നല്ലോ ഇസ്ലാമിനെ പൊളിറ്റിസൈസ് ചെയ്തല്ല പ്രശ്നം, ഡീപൊളിറ്റിസൈസ് ചെയ്താണ് അതാണ് പ്രശ്നം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഇസ്ലാമിക രാഷ്ട്രീയം എന്ന് പറയുന്ന അങ്ങനെ ആ സ്വഭാവത്തിലുള്ള ചർച്ചകളേ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ മുസ്ലിം രാഷ്ട്രീയ സംഘടനത്തെക്കുറിച്ചുള്ള ആലോചനകളാണെങ്കിലും മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ ചോദ്യമാണെങ്കിലും ഒക്കെ അവിടെ നമുക്ക് അവൈലബിൾ ആയ കാറ്റഗറികൾ എന്ന് പറഞ്ഞാൽ ടെററിസം അല്ലെങ്കിൽ എക്സ്ട്രീമിസം അല്ലെങ്കിൽ ഫണ്ടമെൻ്റലിസം, ഇതല്ലാത്തൊരു കാറ്റഗറികളും അപ്പോൾ മുസ്ലിങ്ങളുടെ വളരെ സ്വാഭാവികമായ അവകാശങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ പോലും നമുക്ക് അത്തരം സംവർഗങ്ങൾ പോലും ലഭ്യമല്ലാത്ത ഒരു പൊതുമണ്ഡലത്തിലാണ് നമ്മളുള്ളത് എന്നൊരു പ്രശ്നം കൂടി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കേരളത്തിൻ്റെ ഒക്കെ കോണ്ടക്സ്റ്റിൽ നമുക്ക് ഇപ്പോൾ മൊത്തത്തിനെ കുറിച്ച് ചർച്ചകളൊക്കെ എങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ ഈ മതം എന്നൊരു വളരെ ആധിപത്യ സ്വഭാവമുള്ളൊരു പരികല്പനയാണല്ലോ ഈ സെക്കുലർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇസ്ലാമിനെ കുറിച്ചുള്ള മറ്റ് തരത്തിലുള്ള ചിന്തകളെ വലിയ രീതിയിൽ റദ്ദ് ചെയ്യുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ മാർക്സിസ്റ്റുകൾ ഒരു പൊളിറ്റിക്കൽ എക്കോണമിയിലൂടെ രാഷ്ട്രീയത്തെ കാണുന്നു, ലോകത്തെ കാണുന്നു. ഇസ്ലാമിക ചിന്തകർ ചെയ്യുന്നത് അവരുടെ ഒരു തിയോളജിയാണ്, അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള അടിസ്ഥാനം. അതിലൂടെ അവർ ലോകത്തെ കാണുകയും അതിൻ്റെ ഒരു അവരുടേതായ രീതിയിലുള്ള പരിഷ്കരണങ്ങൾ അല്ലെങ്കിൽ ലോകത്തെ കൂടുതൽ നന്നാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നതാണ് സംഭവിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് അതിന് സമ്മതിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, ഒന്ന് ഇസ്ലാമിനെ കേവല മതം, ഒരു നിയമകേന്ദ്രീകൃത മതം എന്നതിൽ ഒതുക്കുന്നു. അതെന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത് ഇതിൻ്റെ ഒരു വിശാല ചരിത്രത്തെ റദ്ദ് ചെയ്യുകയും അതിനെ കേവലം അബ്സ്ട്രാക്റ്റായ ചില തത്വങ്ങളാക്കി ചുരുക്കുകയും ചെയ്യുന്നു. അത് സെക്കുലറിസ്റ്റുകൾ മാത്രമല്ല, അത് ഈ മതം പിന്തുടരുന്നവർക്കും ഈ ഒരു ഷിഫ്റ്റ് സംഭവിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഖിലാഫത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം അതെ ഇപ്പോൾ ഈ നമ്മൾ ഈ ഓറിയൻ്റലിസ്റ്റ് ലിറ്ററേച്ചറുകളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്കൊരു ഒരു മുൻവിധികൾ ധാരാളം ഉണ്ടല്ലോ ഓറിയൻ്റലിസ്റ്റ്. ഈ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ലവ്, സ്നേഹം ആണ് അതിൻ്റെ ഒരു അടിസ്ഥാനം. ജുദായിസം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര നിയമങ്ങളാണ്. ഇസ്ലാം ഭയങ്കര വയലൻ്റ് ആണ്, രാഷ്ട്രീയമാണ് എന്നുള്ളതാണ്. ഇതാണ് അതിനെക്കുറിച്ചുള്ള മുൻവിധി. അപ്പോൾ ബെറ്റർ റിലീജിയൻ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും റിലീജിയൻ എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടാകുന്നതിന് ക്രിസ്ത്യൻ ട്രഡീഷനോട് അതിന് ബന്ധമുണ്ട്. അപ്പോൾ ബെറ്റർ റിലീജിയൻ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയാണ്. പക്ഷെ നമ്മൾ ഇന്ന് US എംപയറിൻ്റെ നേരിൽ ഇസ്ലാമിനെ അവർ ഭയങ്കരമായിട്ട് രൂപപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടല്ലോ. മുസ്ലിങ്ങളുടെ ആന്തരിക സംവാദത്തിലും ബെറ്റർ റിലീജിയൻ ആക്കാൻ, ബെറ്റർ റിലീജിയൻ എന്ന് പറയുമ്പോൾ ലവ്, അങ്ങനത്തെ ടോളറൻസ്, നമ്മൾ ലവ് ടോളറൻസ് ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷേ ഈ രൂപപ്പെടുത്തൽ അങ്ങനെയല്ല. ഗുഡ് മുസ്ലിം എന്നുള്ളൊരു ആശയം. അപ്പോൾ ഇതിൽ ഈ മതം എന്ന സങ്കല്പം എങ്ങനെയാണ് ഒരു എംപയർ ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളത് നമ്മൾ സൂക്ഷിക്കേണ്ട സംഗതി. അതിലൂടെ ചിന്തിക്കുന്ന ഒരാൾക്ക് ഇസ്ലാമിക രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും സങ്കല്പിക്കാൻ പറ്റില്ല.
സൽമാൻ സയ്യിദ് പറയുന്നുണ്ട്. അതായത് ഈ ഇസ്ലാമിക രാഷ്ട്രീയം എന്നുള്ളത് ഒരു യൂറോ സെൻട്രിക് ലോകവീക്ഷണത്തിനോടുള്ള വിമർശനത്തിൽ വരുന്നത്. എന്നാൽ ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയങ്ങൾ എന്ന് പറയുന്നത് ഒരു എൻലൈറ്റ്മെൻറ്റ് റാഷണാലിറ്റിയിലും എൻലൈറ്റ്മെൻറ്റ് യൂറോപ്പിൻ്റെ ഒരു തത്വങ്ങളിലും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ ഈ ഇസ്ലാമിക രാഷ്ട്രീയത്തിൻ്റെ അദ്ദേഹം പറയുന്നത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിലെ പൊളിറ്റിക്കൽ എന്താണ്, ഈ പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഈ യൂറോ സെൻട്രിക് വേൾഡ് ഓർഡറിനുള്ള ഒരു ക്രിട്ടിക്കാണ്. അത് കണക്കിലെടുക്കാതെ ഇതിന് നോക്കിയാൽ അത് വളരെ ഒട്ടും സംവാദാത്മകമാകില്ല എന്നുള്ളൊരു പ്രശ്നം കൂടി ഇതിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ വേറൊരു സംഭവം ഈ ഇസ്ലാമിസമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കേണ്ട സംഭവം, പല ആൾക്കാരും പറയും ഇസ്ലാമോ, ലോകത്ത് അങ്ങനെ ഒറ്റ ഇസ്ലാമൊന്നുമില്ല, ഒരുപാട് ഇസ്ലാമാണ്. പിന്നെ അറേബ്യയിലൊരു ഇസ്ലാം, കേരളത്തിലൊരു ഇസ്ലാം, വേറെ ആഫ്രിക്കയിൽ വേറൊരു ഇസ്ലാം. പക്ഷേ ഈ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം എത്തുമ്പോൾ ഒരു ഒറ്റ പൊളിറ്റിക്കൽ ഇസ്ലാം, അല്ലെങ്കിൽ ലോക്കൽ ഇസ്ലാമും ഗ്ലോബൽ ഇസ്ലാമും. അതെ. ഈ ഇസ്ലാമിസം എന്ന് പറയുന്നത് തന്നെ ഒരുപാട് പലതരത്തിലുള്ള മൂവ്മെൻറ്റുകൾ ഒരു പേരിട്ട് വിളിക്കുകയാണ്. അത് ഇസ്ലാമിസ്റ്റുകൾ പേരിട്ടതല്ല, അവർ പഠിക്കുന്ന ഒരു പേരിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് താലിബാൻ എന്ന് പറഞ്ഞാൽ ഒരു അവിടുത്തെ ഒരു റെജീമുകൾക്കെതിരുണ്ടായിരുന്ന ഒരു താലിബാൻ എന്നുള്ള ഒറ്റ റെഫറൻസ്. പക്ഷെ നേരെ മറിച്ച് നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല ഇസ്ലാമിക രാഷ്ട്രീയം വികസിക്കുന്നത്, വ്യാവഹാരികമായി മുന്നോട്ട് പോയത് എന്ന് കാണാൻ. പക്ഷെ അതൊന്നും അത് ഒറ്റ പൊളിറ്റിക്കൽ ഇസ്ലാം. അത് അക്കാദമിക വിദഗ്ധരാണെങ്കിലും സോഷ്യൽ മീഡിയ പോരാളികളാണെങ്കിലും പൊളിറ്റിക്കൽ ഇസ്ലാം, ഇസ്ലാമിസം, ഫണ്ടമെൻ്റലിസം, അത് ഒരു വയലൻറ്റ് ഗ്രൂപ്പ്, ഈ ഒറ്റ നെറേറ്റീവാണ്. പക്ഷെ അങ്ങനെ അല്ലല്ലോ ലോകത്തുണ്ടായത്. ഇപ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ തന്നെ ഒരുപാട് ലെഫ്റ്റ് മൂവ്മെൻറ്റുകളും ഇസ്ലാമിസ്റ്റുകളും സഹകരിച്ചു. എന്തിനായിരുന്നു വെച്ചാൽ ആൻറ്റി കൊളോണിയൽ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട്. നമ്മുടെ നാട്ടിൽ തന്നെ സോളിഡാരിറ്റി ആണെങ്കിലും ഇവരൊക്കെ ഭൂമി, ആദിവാസി, ദളിത്, സ്ത്രീ, ഇത്തരം പ്രശ്നങ്ങളോടാണ് ഇടപെടുന്നത്. ഇസ്ലാമിക രാഷ്ട്രീയത്തിൻ്റെ ഒരു വികാസമാണ് ഏതോ അർത്ഥത്തിലുള്ള എന്നാണ് ഞാൻ മനസ്സിലായത്. ഇപ്പോൾ മഖാസിദു ശരിയ എന്ന അംറു ബിൽ മഅറൂഫ് ഇത്തരം തത്വങ്ങളെ വികസിപ്പിക്കുകയാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു വ്യാവഹാരികമായ വികാസമുണ്ട്. ഇതിനൊക്കെ റദ്ദ് ചെയ്തിട്ട് പൊളിറ്റിക്കൽ ഇസ്ലാം ഇസ് ഈക്വൽ ടു വയലൻസ് എന്നൊരു നെറേറ്റീവാണ് ഇവിടെ പലപ്പോഴും ഓടുന്നത് എന്നുള്ളൊരു പേഴ്സൺ. നിങ്ങളിത് പറഞ്ഞപ്പോൾ അപ്പോൾ ഈ സൂംബ വിവാദം നടക്കുകയാണല്ലോ, അത് പരാമർശിക്കപ്പെട്ടൊരു കാര്യമാണോ എന്നുള്ളത് തന്നെ അത് വേറെ വിഷയമായിരിക്കെ തന്നെ ഞാൻ ആലോചിച്ചാണ്. ശരിക്കും അത് ഡാൻസ് കളിക്കണം എന്ന് പറയുമ്പോൾ അതൊരു ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു എക്സിക്യൂട്ടീവ് ഓർഡറാണ്. ഈ ഓർഡർ കോൺസ്റ്റിറ്റ്യൂഷണലായ ഓർഡറാണോ എന്ന് ചോദിക്കാനുള്ളൊരു സ്പേസ് പോലും എന്തില്ല ഇവിടെ മുസ്ലിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല. പക്ഷെ ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് എന്തിരുന്നില്ല, പലപ്പോഴും നമ്മൾ വളരെ ഒരു മോറൽ പ്രശ്നമായിട്ട് മാത്രം അതിനെ കണ്ടുപോകുന്നൊരു പരിമിതി ഉണ്ട്. ശരിക്കും അത് കോൺസ്റ്റിറ്റ്യൂഷണലായ ഒരു സംഗതിയാണോ എന്നൊരു ചോദ്യം ഉന്നയിക്കാൻ കഴിയാത്ത അത്രത്തോളം ഇസ്ലാമിക രാഷ്ട്രീയം, മുസ്ലിം രാഷ്ട്രീയം പോലും എന്തല്ല സാധ്യമല്ലാത്ത വിധത്തിൽ ഉള്ള ഒരു. അത് ഇസ്ലാമിക രാഷ്ട്രീയത്തോടും ഇവരുടെ പ്രശ്നം എനിക്ക് തോന്നുന്നു ഒരു സൈദ്ധാന്തിക പ്രശ്നമല്ല. ഈ പറഞ്ഞ ഒരു മുസ്ലിംനെസ്സിനെ അതൊരു രാഷ്ട്രീയ മണ്ഡലമാക്കുന്നു എന്നതിനുള്ള ഒരു വെറുപ്പാണ് സത്യത്തിലുള്ളത്. ഈ തലാൽ അസദ് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ പറയുന്നുണ്ട്, ഈജിപ്തിലെ മുഹമ്മദ് മുർസിക്കെതിരായിട്ട് വന്ന സൈനിക ഇതുണ്ടല്ലോ ടീം, അതിൽ പല ലെഫ്റ്റ് ആളുകൾ പിന്തുണച്ചു. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ അവരോട് ചോദിച്ചു, ഇഖ്വാനുൽ മുസ്ലിമൂൻ എന്ന് പറയുന്നൊരു സംഘടനയ്ക്ക് അവർക്ക് മിലിറ്റൻ്റ് ഓർഗനൈസേഷൻ ഇല്ല ഈജിപ്തിൽ, അവർക്ക് സൈന്യത്തെ സ്വാധീനിക്കാനും കഴിയും, അപ്പോൾ നിങ്ങൾക്ക് അവരെ സപ്പോർട്ട് ചെയ്തുകൂടായിരുന്നു. പക്ഷെ അവിടുത്തെ ലെഫ്റ്റ് ലിബറലുകൾ അവരെ സപ്പോർട്ട് ചെയ്തില്ല. ഇഖ്വാനെ നല്ല സപ്പോർട്ട് ചെയ്ത് പലപ്പോഴും ഈ പറയുന്ന മിലിറ്ററി റെജീമിനെയാണ് സപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മുസ്ലിംനെസ്സിനോടുള്ള അതിൻ്റെ ആവിഷ്കാരത്തോടുള്ള ഭയങ്കരമായിട്ടുള്ളൊരു വെറുപ്പ് ഭയങ്കര ശക്തമാണ്. പിന്നെ ഈ പലരും ഇസ്ലാമോഫോബിയ എന്ന് പറയുമ്പോഴേ ഒരു പ്രശ്നം തന്നെയാണ്. ഇസ്ലാമോഫോബിയ എന്ന് പറയുമ്പോൾ പലരും പറയുന്നത് അതൊരു ചെറിയ ചെറിയ ഇഷ്യൂസിലാണ് അത് പറയുന്നത്. അതായത് മുസ്ലിങ്ങളുടെ മോശം പെരുമാറ്റം അതുണ്ട്, അത് ഇസ്ലാമോഫോബിയ തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഒരു ലാർജർ മുസ്ലിങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ സബ്ജക്റ്റിവിറ്റിയെ നിഷേധിക്കുക എന്നുള്ളതാണോ, രാഷ്ട്രീയ മണ്ഡലത്തിൽ സംസാരിക്കാനുള്ള ഇടം നിഷേധിക്കുക, ഒരു പൊളിറ്റിക്കൽ സബ്ജക്റ്റായി ഏജൻ്റായി മുന്നോട്ട് വരാനുള്ള അവരുടെ സാധ്യതകൾ നിഷേധിക്കുക എന്നുള്ള അതാണ് സത്യത്തിൽ വളരെ ഡീപ്പ് റൂട്ടഡായിട്ട് ഇവിടെ കാണാനുള്ളത്. ഇപ്പോൾ ഈ ജമാഅത്തിനെതിരെയുള്ള വിമർശനം നോക്കി ഒരു കാലത്ത് ഇവർ വിമർശിച്ച് അവർ വോട്ട് ചെയ്യുന്നില്ല, വോട്ട് ഹറാമാണ്, ഇപ്പോൾ അവർ വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്, അവരെ വോട്ട് കൊണ്ടാണ് ജയിച്ചു എന്നുള്ള പ്രശ്നം. എന്നുവെച്ചാൽ ഒരു പൊളിറ്റിക്കൽ ഏജൻ്റ് ആവാൻ സമ്മതിക്കാതിരിക്കുക എന്നുള്ള ഒരു ഇസ്ലാമോഫോബിയയുടെ ഒരു വേൾഡ് ഓർഡറിനകത്ത് മുസ്ലിംനെസ്സിനെ റെസ്ട്രിക്റ്റ് ചെയ്യുക, സബ്ജുഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സത്യത്തിൽ നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഈ ഇസ്ലാമിക രാഷ്ട്രീയത്തിൻ്റെ ആവിഷ്കാരം എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, ഇപ്പോൾ സോൾഡാരിറ്റി നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ്. സോൾഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിനെ സംബന്ധിച്ച് ഇപ്പോൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അല്ലെങ്കിൽ
അവർ ഉന്നയിച്ച വികസനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഇത് അല്ലേ അടിസ്ഥാനപരമായ ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ട് സോളിഡാരിറ്റി ഏകദേശം 2003 മുതൽ സോളിഡാരിറ്റി നിർവഹിച്ച തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ ഉള്ള ഒരു വലിയ വികാസമാണ്. തീർച്ചയായിട്ടും ഭയങ്കര പിന്നെ അതന്നെയാണ് ശരിക്കും ഇസ്ലാമിക രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ. കാരണം ഇത്തരം പ്രശ്നങ്ങളോടുള്ള പിന്നെ ഇടപെടലുകൾ സാധ്യമാക്കുന്നില്ല. ഇവർ പറയുന്നത് പിന്നെ ഒരു മതം അത് ഒരു പുരോഹിതന്മാരുടെ രാഷ്ട്രം അങ്ങനെയല്ലല്ലോ. ഇസ്ലാമിക മൂവ്മെൻറ്റുകൾ പലയിടത്തും ആൻറ്റി കൊളോണിയൽ മൂവ്മെൻറ്റുകളാണ്. ഇവിടെ ഭയങ്കര ജനകീയ, ദളിത്, പരിസ്ഥിതി ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു. അതിന് വ്യത്യസ്ത ആവിഷ്കാരങ്ങളുണ്ട് എന്നാണ്. അതിനെ ഇപ്പോൾ അന്ന് ചില ആളുകൾ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നത് സോളിഡാരിറ്റി ഒരു രണ്ടാം ഇടതുപക്ഷമാകാൻ വേണ്ടി ശ്രമിക്കുക എന്നൊക്കെയുള്ള ചില, അപ്പോൾ ഇതെന്തോ ഒരു ഇടതുപക്ഷത്തിന് മാത്രം പോസിബിൾ ആകുന്ന ഒന്നാണ് എന്നുള്ളത്. ഈ സൂസൻ ബക്മോസിനൊക്കെ പോലുള്ള സ്കോളേഴ്സ് അതിൽ ഇടപെട്ട് ഈ സോളിഡാരിറ്റിയെ കുറിച്ച് ലാർജ്ലി ഇസ്ലാമിസ്റ്റുകൾ എന്താണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇവരുടെ ഒരു കമ്മിറ്റ്മെന്റ് എന്താണ് ഇങ്ങനെയെന്നുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ, അപ്പോൾ അത് നിങ്ങൾ അനുകരിക്കല്ലോ, പക്ഷെ നിങ്ങൾക്ക് ആകാൻ കഴിയാത്ത ഒന്നാണ് ഒരാവുന്നത് എന്ന സ്വഭാവത്തിൽ സൂസൻ ബക്മോസ് ഇസ്ലാമിസ്റ്റുകളെ കുറിച്ച് നടത്തിയ വളരെ ഇൻട്രസ്റ്റിംഗ് നിരീക്ഷണങ്ങൾ പറഞ്ഞപ്പോൾ ഉമ്മത്ത് എന്നുള്ള സങ്കല്പം അവർ പറഞ്ഞത് ഡെമോക്രസി എന്ന് പറഞ്ഞ ഒരു കംപ്ലീറ്റ് ആയ ഒരു പദ്ധതിയല്ല, അത് ഇനി പൂർത്തീകരിക്കപ്പെടണം. പൂർത്തീകരിക്കണം എന്ന് പറയുമ്പോൾ US ലോജിക്കിലല്ല. US ഡെമോക്രസി പൂർത്തീകരിക്കണം എന്നുകൊണ്ട് ലോകം മൊത്തം വളരെ നാശം വിതച്ച് കീഴടക്കാൻ. അവർ പറഞ്ഞ ഡെമോക്രസി എന്നുള്ള സങ്കല്പം അത് വ്യത്യസ്ത ജനതകളുടെ ആവിഷ്കാരങ്ങളിലൂടെയും ചിന്തകളിലൂടെയും, അതൊരു യൂറോ സങ്കല്പം ലോകത്ത് വേണ്ടി സ്ഥാപിക്കുക എന്നുള്ള മുസ്ലിങ്ങളുടെ ഉമ്മത്ത്, അതേ സയ്യിദ് കുതുബിനെ കുറിച്ചാണ് പറയുന്നവർ, അതിലൂടെയൊക്കെ ഇത് നവീകരിക്കപ്പെടേണ്ടതാണ്. സൂസൻ ബക്മോസ് അവിടെ ചെയ്യുന്നത് ഇസ്ലാമിക ചിന്തയെ ഒരു പവർഫുൾ ക്രിട്ടിക്കായും അതിനോടുള്ളൊരു ഒരു എൻഗേജ്മെൻറ്റും അത് ഇവർ പറയണം. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മതം ഭീകരത, ഇസ്ലാം, അതായത് സെപ്റ്റംബർ 11 ശേഷം ലോകത്ത് വ്യാപകമായിട്ടുള്ള സെക്യൂരിറ്റൈസേഷൻ ഡിസ്കോഴ്സിനകത്ത് നിന്ന് അതിൽ നിന്ന് ഒട്ടും ഭിന്നമല്ലാത്ത വാദങ്ങളാണ് ഇവിടെ ഇടതുപക്ഷം ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അവരൊരു സംവാദം സാധ്യമാകാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഇടതുപക്ഷം തന്നെ ഭയങ്കര ഒരു ദേശീയവാദത്തിലേക്ക് വഴിമാറിയതിൻ്റെ ഒരു പ്രശ്നവും ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ പിന്നെ മാത്രമല്ല, അപ്പോൾ പിന്നെ അംബേദ്കർ ഈ ബ്രാഹ്മിൻ ബോയ്സ് എന്നാണല്ലോ അവർ വിളിക്കുന്നത്. ഈ അടുത്ത് നമ്മളുടെ കേരളത്തിലെ മാർക്സിയൻ ട്രഡീഷനിലൊക്കെ തന്നെ ഇടപെട്ട് വർക്ക് ചെയ്ത നമ്മളുടെ പിന്നെ ഗ്രോവാസു വാസേട്ടൻ ചെയ്തൊരു വീഡിയോയിൽ പറയുന്നുണ്ട്, ഇവർ ഈ എന്താണ് ഈ നമ്പൂതിരി പരിചയപ്പെടുത്തിയൊരു മാർക്സാണ് ഇവർക്ക് പരിചയമുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശരിക്ക് ഇതല്ലാത്ത ഒരു വ്യത്യസ്ത അടരുകളിൽ മാർക്സ് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊരു കേരളത്തിൽ CPM-ലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഭരണകൂട സ്വഭാവത്തിലേക്ക് വരുമ്പോൾ ഇത് പെരുമാറുന്നത് പിന്നെ തീർച്ചയായും ഇവിടുത്തെ ഒരു പിന്നെ ഭയങ്കര മെജോറിറ്ററി അല്ലേ. അതായത് ഹിന്ദുത്വ മാർക്സിസം എന്നുള്ളത് വളരെ അസ്വസ്ഥതയോടുകൂടിയിട്ടാണ് അവർ കാണുന്നത്. പക്ഷേ സംഘാവ് എന്നൊക്കെ പക്ഷേ ഇന്ത്യയിലെ കോർ രാഷ്ട്രീയ പ്രശ്നം മുസ്ലിം ന്യൂനപക്ഷം നേരിടുന്ന പ്രശ്നമാണല്ലോ. അതിലിവർക്ക് ഹിന്ദുത്വ മെജോറിറ്റേറിയനിസത്തിൽ നിന്ന് ഭിന്നമായ എന്തെങ്കിലും നിലപാടുണ്ട് എന്ന് ബംഗാളിലോ ഇപ്പോഴത്തെ കേരളത്തിലോ നമുക്ക് തോന്നുന്നില്ല. അതാണ് ഹിന്ദുത്വയുടെ അതേ ലോജിക്കിലാണ് ന്യൂനപക്ഷത്തെ ഒരു മുസ്ലിം പൊസിഷൻ നോക്കുമ്പോൾ ഹിന്ദുത്വയും മാർക്സിസവും തമ്മിൽ CPM മാർക്സിസം എന്നുള്ള ലാർജർ ട്രഡീഷൻ അല്ല, അത് നമ്മൾ വേറെ തന്നെ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ CPM എന്ന് പറയുന്ന ഇവിടുത്തെ മുഖ്യധാര എന്ന് പറയുന്ന അവരുടെ ഗ്രൂപ്പിലെ മുഖ്യധാര വളരെ മെജോറിറ്റേറിയൻ യുക്തിയിലൂടെ സംസാരിക്കുന്നു. മുസ്ലിം ആലോചിച്ച് നോക്കൂ, യൂറോപ്പിൽ ഇസ്ലാമോഫോബിയയുടെ ഭാഗമായിട്ടുണ്ടായ ഒരു പ്രയോഗം യൂറേബ്യ. യൂറോപ്പിൽ ഇമിഗ്രൻസ് വരുമ്പോൾ അറേബ്യ ആകാൻ പോകുന്നു എന്നുള്ളതായിരുന്നു. വളരെ മൈന്യൂട്ട് പെർസെൻറ്റേജ് മാത്രം മുസ്ലിം പോപ്പുലേഷനുള്ള രാജ്യങ്ങളിൽ ഭയങ്കര ഭീതി ഉണ്ടാക്കിയത് ഖിലാഫത്ത് വരിക. അത് മുസ്ലിങ്ങളാകെ കുറച്ചുള്ളൂ ഉണ്ടാകും. നമുക്ക് ഭയങ്കര വിചിത്രമായി തോന്നും. ഇവിടെ അതന്നെയല്ലേ സംഭവിക്കുന്നത്. ഇവിടെ ഇസ്ലാമിക രാഷ്ട്രം വരും എന്ന് പറഞ്ഞിട്ടാണ് വളരെ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഹിന്ദു മെജോറിറ്റേറിയൻ ലോജിക്കിലുള്ള ഒരു സാംസ്കാരിക ഹിന്ദുത്വയുടെ പരിസരത്തു നിന്നുള്ള ചിന്തകളാണ് അങ്ങനെ മതരാഷ്ട്രം എന്നുള്ളൊരു ക്ലെയിം ഉന്നയിക്കുന്ന ഒരു സംഘടന ഇവിടെ എല്ലാം ഒരു യാഥാർത്ഥ്യം. രണ്ടാമത് ഇനിയിപ്പോൾ ഉണ്ട് എന്ന് വിചാരിക്കുക, അതൊരു വാദത്തിന് വേണ്ടി അംഗീകരിച്ചത് തന്നെ അത് സെക്കൻഡറി പ്രോബ്ലം കൂടിയല്ല, അതിനുശേഷം വരുന്ന വിഷയമാണ്. അതെ, ഇപ്പോൾ അവർ മൗദൂദിയെ കുറിച്ചാണ് പറയുന്നത്. മൗദൂദി എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള രചനകളാണ് പലതും. സ്വാതന്ത്ര്യത്തിന് ശേഷം തന്നെ അദ്ദേഹത്തിന് ഇന്ത്യയിലെ നേതാക്കൾ നിങ്ങളുടെ കാര്യം നിങ്ങൾ ചെയ്യാം. അപ്പോൾ അതായത് ആ കാലം ഞാൻ പറഞ്ഞല്ലോ 1950 വരെയുള്ള കാലം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ആസ്പിറേഷൻ്റെ കാലമാണ്. വ്യത്യസ്ത രാഷ്ട്രീയ സമവാക്യങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. അവിടെ മൗദൂദി സാഹിബ് മുന്നോട്ട് വെച്ചത് ശരിക്കും മതരാഷ്ട്രമല്ല. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ ഒരു ഫെഡറൽ സിസ്റ്റം ആക്കണം എന്നുള്ളതാണ്. ഫെഡറൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ വ്യത്യസ്ത അൺടച്ചബിൾസിന് അവരുടെ രാഷ്ട്രീയ, നമ്മൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഒരു പരിസരം കൂടി നോക്കണം. ഈ മുസ്ലിങ്ങൾക്ക് അവിടെ ഒരു
എന്താ പറയുക റിസർവ്ഡ് ഇലക്ട്രേറ്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ വ്യത്യസ്ത ജനതകൾക്ക് ആവിഷ്കാരമുള്ള ഒരു ബ്രാഹ്മണിക്കൽ ഓർഡറിന് ഒരു ഹെജുമണി ലഭിക്കാത്ത ഒരു സംഗതിയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുമ്പോൾ പാകിസ്ഥാൻ വാദത്തെ എതിർക്കുന്നത് പോലും ഒരു നാഷണലിസം ക്ലെയിമിലാണ് അത് പോകുന്നത്. അങ്ങനെയല്ല, വ്യത്യസ്ത ജനതകൾക്കുള്ള ഒരു പരിഹാരമാണ് ഉണ്ടാവേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷം അദ്ദേഹം അവിടെ പാകിസ്ഥാനിൽ പൊളിറ്റിക്സിൽ ഇടപെടുന്നു എന്നൊക്കെയുള്ള വേറെ സംഭവമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചിന്തയെ ആ കാലഘട്ടത്തിൽ നിന്ന് ഉയർന്ന ഒരു രാഷ്ട്രീയ വിമർശനം ഇതിൽ നിന്ന് മാറി അതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഒരു ഹിന്ദുത്വ ഇന്ത്യയിൽ ഇവിടെ നടത്തുന്ന ഒരു ദേശീയ വിമർശനമായിട്ട് അതിനെ കണ്ടാൽ വളരെ പ്രശ്നകരമാണല്ലോ. അങ്ങനെയാണെങ്കിൽ അംബേദ്കറുടെ പല പരാമർശങ്ങളുടെ പ്രശ്നവും മാർക്സിസ്റ്റുകാർ ഒരു ബൂർഷ്വാ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നവരെ ആക്ഷേപിക്കുന്ന അർത്ഥമില്ലല്ലോ. കാരണം ഇന്നത്തെ സാഹചര്യത്തിലല്ല അവരത് പറയും. കൽക്കട്ട തീസൊക്കെ അതെ അതൊക്കെ പറയുകയാണെങ്കിൽ ഒട്ടും സത്യസന്ധയില്ലാത്തൊരു ഇതാണ് ഇപ്പോൾ നടക്കുന്നത്. ഞാൻ പറഞ്ഞ ഒരു ചിന്തകനെ വായിക്കുമ്പോൾ ഈ മൗദൂദി എന്ന് പറഞ്ഞാൽ ഇവരെ ആരോപിക്കുന്ന പോലുള്ള ഒരാളല്ലല്ലോ. ഇപ്പോൾ ഷെർമൻ ജാക്സൺ പറയുന്നുണ്ട്. ഷെർമൻ ജാക്സൺ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാരുടെ പക്ഷത്തു നിന്ന് ഇസ്ലാമിക ഓർത്തഡോക്സ് തിയോളജിയെ വ്യാഖ്യാനിച്ച് കറുത്ത വർഗ്ഗക്കാരുടെ വിമോചനത്തിൻ്റെ ഒരു വഴിയായിട്ട് ഇസ്ലാമിക ദൈവശാസ്ത്രത്തെ അവതരിപ്പിക്കുന്ന ആളാണ് ഷെർമൻ ജാക്സൺ. അദ്ദേഹം ഒരു തസവുഫിനെയും വല്ലാതെ ഏറ്റെടുക്കുന്ന ഒരു ഷെയ്ഖാണ് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തെ ഏറ്റവും സ്വാധീനിച്ച, അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിൽ ഏറ്റവും സ്വാധീനിച്ച പണ്ഡിറ്റ് സയ്യിദ് മൗദൂദി ആണെന്നുള്ളത്. സയ്യിദ് സുലൈമാൻ നദി പറയുന്നുണ്ട് ഇസ്ലാമിനെ വളരെ കോംപ്രഹെൻസീവായിട്ട് മനസ്സിലാക്കുന്നത് അയച്ചത് മൗദൂദിയാണ്. പിന്നെ മൗദൂദ് സാഹിബ് ഇക്ബാൽ മുതൽ ഉബൈദുള്ള സിന്ധി മുതൽ പലരോടും ഇടപെട്ടിട്ടുണ്ട്. മുഹമ്മദ് അസദിനോട് ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും. പിന്നെ അദ്ദേഹത്തിൻ്റെ രചനകൾ വായിച്ചാൽ നമുക്കറിയാം ഹെഗൽ മുതൽ മുല്ലാസദ്ര വരെ, ഒരു വെസ്റ്റേൺ ഫിലോസഫി മുതൽ പേർഷ്യൻ ഫിലോസഫിയുടെ മുല്ലാസദ്ര വരെ ഇത്രയും വിശാലമായ ഇടപെടൽ ലോകമുള്ള, എന്നാൽ അവിടെ വളരെ കോൺഗ്രസ്സുകാരനായി പൊതുപ്രവർത്തനം തുടങ്ങി, ജേർണലിസ്റ്റായി തർജുമാൽ ഖുർആൻ ജേർണലിസ്റ്റായി നടത്തി, വളരെ അന്നത്തെ സാഹചര്യങ്ങളോട് വളരെ ഗ്രൗണ്ട് ലെവലിൽ ഇടപെട്ട ഒരു ചിന്തകന് ഇതിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയിട്ട് ഏതോ ഒരു മതഭീകരൻ കോട്ടാൻകോട്ട് എന്ന രീതിയിൽ ചർച്ച ചെയ്യുന്നതിൻ്റെ എല്ലാ പ്രതിസന്ധികളും വളരെ ഡൈനാമിക്കായ ഒരു ചിന്തകനെ ഇങ്ങനെ ഒരു മതം അടിസ്ഥാനപരമായ പ്രശ്നം അതാണ്. ഈ മതം എന്ന് പറയുന്ന ഒരു സംവർഗത്തിന് സവിശേഷമായ നിർവചനമുണ്ട്. ആ നിർവചനത്തിനകത്തിട്ടിട്ട് പിന്നെ നടക്കുന്ന ആരോപണങ്ങളാണ് ശരിക്ക് ഇതിലുള്ളത്. അതിനപ്പുറം പിന്നെ ഒരു സത്യസന്ധത ഇതിൽ ഒരിക്കലും കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു. മൗദൂദിയെ കുറിച്ചുള്ള ഇതിൽ മാത്രമല്ല, ഇസ്ലാമിനെ കുറിച്ച് തന്നെ കേരളത്തിലുള്ള ചർച്ചയുണ്ട്. എന്തോ ഒരു യാഥാസ്ഥിക ബന്ധം, വളരെ പഴഞ്ചൻ ലോജിക്കലല്ലേ സംസാരിക്കുന്നത്. ഇസ്ലാം വളരെ ഡൈനാമിക് ആയിട്ടുള്ള ട്രഡീഷനല്ലേ, വളരെ പല ക്വസ്റ്റ്യൻസിനെ അഡ്രസ്സ് ചെയ്യുന്ന. ഇപ്പോൾ മൗദൂദിയിൽ നിന്ന് എന്താണ് നമുക്കെടുക്കാനുള്ളത് വെച്ചാൽ എനിക്കൊക്കെ തോന്നാറുള്ളത്, എല്ലാവർക്കും തോന്നാവുന്ന ഇസ്ലാമിൻ്റെ ഒരു വേൾഡ് മേക്കിംഗ് പൊട്ടൻഷ്യലിനെ കുറിച്ച് അദ്ദേഹം നിരന്തരം സംസാരിച്ചു. ഇസ്ലാമിനൊരു സത്യത്തിലൊരു വ്യവസ്ഥ, ഇസ്ലാം ഉദ്ദേശിക്കുന്ന അതിൻ്റെ നീതി, അങ്ങനത്തെ സങ്കല്പങ്ങൾക്കൊരു വ്യവസ്ഥ വേണമെന്ന് ആഗ്രഹിക്കാത്ത മുസ്ലിം പണ്ഡിതന്മാരുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അവരെ പലരും പക്ഷെ നമ്മളത് ഉണ്ടാക്കേണ്ടതില്ല. അതുണ്ട്, ഓക്കെ, അത് നല്ലതാണ്, പക്ഷേ അതിലേക്ക് പോകേണ്ടതില്ല എന്നല്ല. പക്ഷെ മൗദൂദ് സാഹിബിൻ്റെ ഇപ്പോൾ ഖിലാഫത്ത് എന്നുള്ള വാക്കിൻ്റെ വ്യാഖ്യാനത്തിലാണ് അദ്ദേഹം വേൾഡ് മേക്കിംഗ് പ്രോസസ്സിൽ ഇടപെടാൻ മുസ്ലിങ്ങളോട് ഇടപെടാൻ പറയുമ്പോൾ അത് വെറും ഒരു ലീഗലിസ്റ്റിക് പെർസ്പെക്റ്റീവ് അല്ല, ദീനിൻ്റെ വളരെ നീതി ഇത്തരത്തിലുള്ള സങ്കല്പങ്ങൾ ഉയർത്തിക്കൊണ്ടാണ്. അത് വേറെ തന്നെ ഒരു ഇടപെടാൻ. ഇതാണ് ഈ തുടക്കത്തിൽ ഒരു മെത്തഡോളജിക്കലായിട്ടോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള മണ്ഡലമായിട്ട് ഇസ്ലാമിനെ കാണുന്ന ഒന്നും നമ്മളുടെ ഒരു പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ അല്ലല്ലോ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം ഇതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായ ഒരു പ്രശ്നം. അവിടെയാണ് ഇത് കിടക്കുന്നത്. ഇവിടുത്തെ ചർച്ച ഒന്ന് സൂഫി ഇസ്ലാം, സലഫി ഇസ്ലാം. അത്ഭുതപ്പെട്ട ഒരു മതപണ്ഡിതൻ പറഞ്ഞു, ഞങ്ങൾ പൊളിറ്റിക്കൽ ഇസ്ലാം അല്ല, ഞങ്ങൾ സാംസ്കാരിക ഇസ്ലാമാണ്. ഈ സാംസ്കാരികം എന്നുള്ളത് ഡീപ്ലി പൊളിറ്റിക്കലല്ലേ. അവർ അധികാരബന്ധങ്ങളോട് ഞങ്ങൾ ഇടയുന്നില്ല എന്നാണല്ലോ. പക്ഷേ സംസ്കാരം എന്നുള്ളത് ഇവിടുത്തെ സംസ്കാരം എന്താണ്? ഒരു വലിയ ജാതിയുടെയും ഇസ്ലാമോഫോബിയയുടെയും ഇതൊക്കെ കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര പവർ റിലേഷൻസ് ഉള്ള ഒന്നാണ് സംസ്കാരം. ഞാൻ പറഞ്ഞു വരുന്ന അത്രയും അങ്ങനെയുള്ള ഈ സെക്യൂരിറ്റൈസേഷൻ ഡിബേറ്റ് ഉണ്ടാക്കിയ ബൈനറികളിലും കാറ്റഗറികളിലാണ് ചർച്ച നടക്കുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി. ഇങ്ങനെ പറയുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഇസ്ലാമിക സംസ്കാരമെന്നോ ഇസ്ലാമിക രാഷ്ട്രീയമൊന്നോ അവരതിനെക്കുറിച്ച് ആലോചിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുകയോ ചെയ്യുന്നില്ല. അത് പലപ്പോഴും ഇവിടുത്തെ ഒരു സെക്കുലർ പൊതുമണ്ഡലം ഉണ്ടാക്കിയ ഭീതിയുടെ അകത്തു നിന്നുകൊണ്ട് ആലോചിക്കുന്നത് കൂടിയാണ് ശരിക്കും സംഭവിക്കുന്നത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും കാരണം സാംസ്കാരിക ഇസ്ലാം എന്ന് പറയുന്ന ഒരാൾക്ക് ഇസ്ലാമിക സംസ്കാരം എന്നോ
അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരാൾക്ക് അപ്പുറത്തൊരു ഇസ്ലാമിക രാഷ്ട്രീയം എന്നുള്ളൊരു സങ്കല്പം ഉണ്ട് എന്ന് ആലോചിക്കാൻ കൂടി കഴിയാത്തതിൻ്റെ ഒരു പരിമിതി എന്തുകൊണ്ടാണ് ഉണ്ടാവുക എന്നുള്ളതുണ്ടല്ലോ. അത് എനിക്ക് തോന്നുന്നു ഈ എൻലൈറ്റ്മെൻറ്റ് ലോജിക്കിൻ്റെ ഒരു അധികാരത്തോടുള്ള ഒരു അല്ലേ. ഇപ്പോൾ ഡുസേൽ എന്ന് പറയുന്ന ഒരു ഡിക്കൊളോണിയൽ ചിന്ത, അതായത് യൂറോപ്പിൻ്റെ അത് ഇന്നത്തെ ഒരു ഡൊമിനേഷൻ, യൂറോപ്പിൻ്റെ ഒരു ഇന്ന് പറയുന്ന രീതി, യൂറോപ്പിൻ്റെ ചരിത്രം പറയുമ്പോൾ എപ്പോഴും എല്ലാവരും പറയില്ല അത് ഗ്രീക്ക് ട്രഡീഷൻ തുടങ്ങി ഇപ്പോഴത്തെ നിൽക്കുന്നു. അപ്പോൾ അമേരിക്കയിൽ എത്തി നിൽക്കുന്നത് നമുക്ക് തോന്നാം. പക്ഷെ അദ്ദേഹം അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ആ ലീനേജിനെ, ഒരു ലീനിയർ ഹിസ്റ്റോറിയോഗ്രഫിയെ വളരെ നിശിതമായി വിമർശിക്കുകയും ഇതിനകത്ത് ഇടപെട്ട മുസ്ലിം ചിന്ത, അപ്പോൾ പലരും ട്രാൻസ്ലേറ്റ് ചെയ്തു എന്നാണ് പറയാം. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ വെറും ഒരു ഭാഷ മാറ്റലല്ല, ഒരു ഇൻ്റലക്ച്വൽ പ്രോസസ്സാണ്. മുസ്ലിം ലോകത്തിൻ്റെ ചിന്ത, ആഫ്രിക്കൻ ലോകത്തിൻ്റെ ചിന്ത, ഇങ്ങനെ രൂപപ്പെടുന്ന ഒന്നാണ് ഇന്നത്തെ മൂല്യങ്ങൾ എന്നാണ്. ഇസ്ലാം എന്ന് പറഞ്ഞത് ഒരു ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മതം അല്ല, ഇതിൽ ഈ വളരെ വൈബ്രൻ്റ് ആയ ഹിസ്റ്ററിയുള്ള മതമാണ്. അതിന് ഇന്നത്തെ അധികാര ബന്ധങ്ങളോട് വലിയ രീതിയിൽ വിമർശനം നീക്കാനുള്ള പൊട്ടൻഷ്യലുണ്ട്. അപ്പം അതിലേക്ക് പോകാതെ ഒന്നുകിൽ വളരെ നിയമകേന്ദ്രീകൃതമായി, വളരെ അപകടം ചെയ്യുന്ന ഒന്ന് സംഗതിയാണ് നിയമകേന്ദ്രീകൃതമായിട്ട് അതിനെ മാത്രം വ്യാഖ്യാനിക്കുക. നിയമം എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം എല്ലാവർക്കും ശരിയാന്ന് പറഞ്ഞാൽ ലോ അല്ല, ലോ ശരിയ കുറച്ചുകൂടി വിശാലമായ വേൾഡ് മേക്കിംഗ് ആണ്. അപ്പം അത്തരം പോസിബിലിറ്റികളെക്കുറിച്ച് അന്വേഷിക്കാതെ ഈ എംപയറിൻ്റെ ഡിസ്കോഴ്സിനകത്ത് കെട്ടിത്തിരിയുന്നതിൻ്റെ ഒരു പ്രതിസന്ധിയുണ്ട്. മറ്റൊന്ന് ഈ പറയുമ്പോൾ മൈനോറിറ്റി, ഇന്ത്യയിൽ മുസ്ലിം മൈനോറിറ്റിയാണ്. ഈ മുസ്ലിം ക്വസ്റ്റ്യനെ എങ്ങനെ ഏറ്റെടുക്കണം ഇന്ത്യയിൽ എന്നുള്ളതിൽ നാഷണലിസത്തോടും സെക്യുലറിസത്തോടും ഒരു ക്രിട്ടിക്കൽ അപ്രോച്ച് ഇല്ലാതെ മുസ്ലിം ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ മനസ്സിലാവില്ല. കാരണം ഇന്ത്യൻ നാഷണലിസം ഇമാജിൻ ചെയ്യപ്പെടുന്നത് ആദ്യ ഘട്ടത്തിൽ പാകിസ്ഥാൻ, മുസ്ലിം മദർ, അപ്പോൾ ഒരു ഹിന്ദു സെൽഫും ഒരു മുസ്ലിം മദറും എന്ന ഒരു അടിസ്ഥാന പ്രശ്നം ഇതിനകത്തുണ്ട്. പിന്നെ ഇന്ത്യയിലെ സെക്യുലറിസം ആണെങ്കിൽ പലരും വാദിക്കുന്ന പോലെ ഒരു മുസ്ലിങ്ങളുടെ ഇസ്ലാമിൻ്റെ പൊതു ആവിഷ്കാരങ്ങളെ നിഷേധിച്ചുകൊണ്ടാണ് പലപ്പോഴും നിലനിൽക്കുന്നത്. സെക്യുലറിസം ഓരോ നാട്ടിലും അതിൻ്റെ ഒരു റിലീജിയാണ് പുൽകും, ഇന്ത്യയിൽ ഹിന്ദുവാണെന്നൊക്കെ നമ്മൾ പലരും പറയാറുണ്ട്. അപ്പോൾ ഈ പ്രതിസന്ധികൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു മുസ്ലിം പൊസിഷനെ, മുസ്ലിം ലൊക്കേഷനെ മനസ്സിലാവും. അത് മനസ്സിലാകാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു പലപ്പോഴും ഇടതുപക്ഷമാണെങ്കിലും അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രീയം പറയുന്ന നമ്മളുടെ തന്നെ പല ആളുകളാണെങ്കിലും ഈ ഒരു പലപ്പോഴും എന്താ പറയുക ഒരു പിടുത്തം കിട്ടാത്തത് ഇതിൽ പെടുന്നത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന് ഈ ഇസ്ലാമോഫോബിയ വളരെ ശക്തമാണ്. ഇന്നിപ്പോൾ കെ എസ്ട്രോഫും ബാബുരാജ് ഭഗവതിയൊക്കെ ചെയ്യുന്ന ഡോക്യുമെൻറ്റേഷനിലും നമുക്ക് ഡാറ്റ നോക്കിയാൽ ഹ്യൂജാണ്, വളരെ ആഴത്തിലാണ് ഇസ്ലാമോഫോബിയ വേരോടുന്നത്. അപ്പം അതിനെയും മറികടക്കുക എന്നുള്ളതാണ് ഇതിലൊരു പ്രധാന പ്രതിസന്ധി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ പബ്ലിക് ഡൊമൈനിൽ എങ്ങനെയാണ്, ഇപ്പോൾ പബ്ലിക്കിൽ ഇപ്പോൾ എങ്ങനെയാണ് സ്വന്തം ശരീരം പ്രദർശിപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടാവുമല്ലോ. പക്ഷെ അതിൽ എന്തെങ്കിലും ഒരു പിന്നെ ആർഗ്യുമെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്വാഭാവികമായി ഞങ്ങളുടെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ് എന്ന് പറയാനുള്ള അല്ല അതിനുള്ളൊരു സ്വാതന്ത്ര്യം കൂടി നിഷേധിക്കപ്പെടുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ അത് വേഗം അതിൻ്റെ റെഫറൻസ് താലിബാനിലേക്ക് പോകുന്നു, അല്ല അവിടെ ദേശാതിർത്തികൾ കടന്ന മറ്റൊരു ഇസ്ലാമിനെ കുറിച്ചുള്ള വളരെ എന്താണ് എല്ലാ ലോകത്തുള്ള മറ്റുള്ളവരൊക്കെ ഇങ്ങോട്ട് അടിച്ചേൽപ്പിക്കുക എന്നുള്ള, എന്നാൽ ഇതിൻ്റെ അകത്തുള്ള ചോദ്യങ്ങളെ പൂർണ്ണമായി നിഷേധിക്കുകയും ചെയ്യാം എന്നുള്ള ഒരു, പിന്നെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ കുറിച്ചുള്ള ഒരു ഈ ടു സർക്കിൾസ് എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ ഉമ്മ ഈ ഒരു പ്രതിസന്ധി ഇതിനൊന്നും മനസ്സിലാക്കാതെ മുസ്ലിങ്ങളെ ഇവിടുത്തെ പിന്നെ ചില ലോക്കൽ എലമെൻറ്റ്സ് മാത്രമാണെന്ന് പറയുക, അങ്ങനെയുള്ള ഒരു പ്രതിസന്ധി എനിക്ക് തോന്നുന്നത് ഈ മുസ്ലിങ്ങളോടുള്ള ഒരു റേഷ്യലൈസേഷൻ പലപ്പോഴും അഡ്രസ്സ് ചെയ്യുന്നില്ല. മുസ്ലിങ്ങൾ ഒരു റേഷ്യൽ ഗ്രൂപ്പല്ല, ഓക്കെ, പക്ഷേ മുസ്ലിം നിരന്തരം റേഷ്യലൈസ് ചെയ്യപ്പെടുന്നു. അത് യൂറോപ്പിൽ നമുക്ക് കാണാൻ പറ്റും, ഈവൻ അറബ് ലോകത്ത് കാണാൻ പറ്റും, ഇന്ത്യയിൽ കാണാം. മുസ്ലിങ്ങൾ റേഷ്യലൈസ്ഡ് മൈനോറിറ്റികളാക്കുക എന്നുള്ളതാണ്, അവരുടെ ആവിഷ്കാരം സാധ്യമാക്കാതിരിക്കുക. ആ ക്വസ്റ്റ്യനെ, ഈ റേഷ്യലൈസേഷൻ്റെ പ്രതിസന്ധിയെ നോക്കുമ്പോൾ മാത്രമേ മുസ്ലിം പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഇസ്ലാമോഫോബിക് വേൾഡ് ഓർഡറിൽ നിന്ന് ഈ ഡിക്കൊളോണിയൽ ചിന്തയുടെയും അല്ലെങ്കിൽ പോസ്റ്റ് സെക്കുലർ ചിന്തകളുടെയൊക്കെ സഹായത്തോടു കൂടി മാത്രമേ എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ മൗദൂദി സാഹിബിനെ പോലുള്ള ചിന്തകരെയൊക്കെ വായിക്കാൻ പറ്റുള്ളൂ. ഇത് അദ്ദേഹത്തിൻ്റെ എതിരാളികളുടെ മാത്രം ചെയ്യേണ്ട കാര്യമല്ല, അദ്ദേഹത്തിൻ്റെ അനുയായികളും ചെയ്യേണ്ട കാര്യമാണ്. എനിക്ക് തോന്നുന്നു മൗദൂദി സാഹിബ് ഒരു തിയോളജിക്കൽ ഡോക്ട്രിൻ വെച്ച് സമർപ്പിച്ച ഒരാളല്ല, അങ്ങനെയല്ല മൗദൂദി സാഹിബിനെ കാണേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നു അല്ലേ. പിന്നെ അദ്ദേഹം ഒരു യൂറോസെൻട്രിക് വേൾഡിനെ വിമർശിക്കുന്ന, ഇസ്ലാമിക പാരമ്പര്യത്തെ അതിൽ നിന്നുകൊണ്ട് അതിനെ ക്രിട്ടീക്ക് ചെയ്യുന്ന ഒരു ചിന്തകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ വായിക്കുകയാണ് വേണ്ടത്
എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ പർദ്ദനെ കുറിച്ചുള്ള ഡിസ്കഷൻ എടുക്കുക, പർദ്ദ ശരിക്കും ഒരു മോറൽ ക്വസ്റ്റ്യൻ അല്ല ശരിക്കും അത്. പലപ്പോഴും നമ്മൾ ഇപ്പോൾ ഈ സുംബ വിവാഹം വന്നപ്പോഴും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയം വരുമ്പോഴും ഒക്കെ ഭയങ്കര ശരിക്കും അതന്നെ ഒരു ലെഫ്റ്റ് ലിബറൽ പ്രൊജക്റ്റാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ മോറൽ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യുക, തളച്ചിടുക എന്നുള്ളത്. ശരിക്ക് പർദ്ദ ഒരു സിവിലൈസേഷനുള്ള പ്രൊജക്റ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ആ നിലക്കുള്ള ക്രിട്ടീക്കാണ് മുന്നോട്ട് വെക്കണം. അല്ലാതെ പിന്നെ ഇതല്ലല്ലോ, ഒരു ധാർമ്മികതൻ്റെ ഒരു പ്രശ്നമായിട്ടല്ലല്ലോ, പൊളിറ്റിക്കൽ എന്ന പ്രശ്നത്തെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. പക്ഷെ അതിനെ കാണാൻ കഴിയുക, അതിനെ വ്യത്യസ്തമായ അർത്ഥങ്ങളിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ വളരെ പ്രധാനം. എനിക്കൊന്ന് ഈ ഗസക്ക് ശേഷം അത് നമ്മൾ കുറെ കൂടി ആലോചിക്കേണ്ട ഒരു വിഷയം. എന്താണ് മുസ്ലിം ലോകം ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ ഗസ ഫലസ്തീൻ ഇഷ്യൂവിൽ. നമുക്ക് വളരെ അറബ് ഏകാധിപതികളുടെ പ്രശ്നം അതിലുണ്ട്, ഓക്കെ. പക്ഷേ എവിടെയാണ് മുസ്ലിങ്ങളുടെ ഒരു ലോകനിർമ്മിതിയുടെ രാഷ്ട്രീയ ബോധ്യങ്ങളുടെ ഭാവി? അതിനെ ഇസ്ലാമോഫോബിക് ഫ്രെയിമിൽ നിന്ന്, അത് വളരെ അടഞ്ഞതാണ്, മതമാണ്, ഭീകരതയാണ് എന്ന ഫ്രെയിമിൽ നിന്ന് മാറ്റി കുറെ കൂടി തുറന്ന വിശാലമായ സമീപനത്തിലൂടെ, എന്നാൽ വെറും ഒരു നിയമ കേന്ദ്രീകൃതമല്ലാതെ ഡീപ്പ് പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻസിനെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ ഇതിനെ വികസിപ്പിക്കേണ്ടത് വളരെ അനിവാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ സയ്യിദ് കുത്തുബിനെ കുറിച്ചൊക്കെ ഇന്ന് കേരളത്തിലെ ചർച്ച എന്ന് പറഞ്ഞാൽ ഇഖ്വാനി, ബ്രദർഹുഡ്, ഭീകര എന്നല്ല, ഓക്കെ. പക്ഷേ ഇന്ന് വേറെയും അന്വേഷണം നടക്കുന്നത് ഈ സെക്യൂരിറ്റൈസേഷൻ വ്യവഹാരത്തിലൂടെ അല്ലാതെയും സയ്യിദ് കുത്തുബിനെ വായിക്കുന്ന ആളുകളുണ്ട്. ഉദാഹരണത്തിന് അദ്ദേഹത്തിലെ സാമൂഹ്യനീതി, അദ്ദേഹം സാമൂഹ്യനീതി ഇസ്ലാമിൽ എന്ന പുസ്തകം മലയാളത്തിലുണ്ട്. അതെ. അപ്പോൾ അതിൻ്റെ വിമർശന ചോദ്യങ്ങൾ ഉൾക്കൊള്ളുക, എന്നാൽ ഈ പറഞ്ഞ പോലെ ഇവരൊക്കെ അത്രയും പ്രധാനപ്പെട്ട ആളുകളാകുമ്പോൾ തന്നെ അവരല്ല ഇസ്ലാമിക് ട്രഡീഷൻ്റെ ഫൗണ്ടേഷണൽ തിങ്കേഴ്സാണ്. ഇസ്ലാമിക് ട്രഡീഷൻ കുറേ കൂടി വിശാലമായി കാണുകയും ഈ അന്വേഷണത്തിലൂടെ ഇസ്ലാമിക രാഷ്ട്രീയം വികസിക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ ചോദ്യങ്ങളെ, ഉദാഹരണത്തിന് ഈ മൗദൂദിയുടെ ഈ കേവല നിയമചിന്തയല്ല എന്ന് പറയുമ്പോൾ അതിന് പുതിയ രാഷ്ട്രീയ ചോദ്യങ്ങൾ ഏറ്റെടുക്കാൻ കഴിയണം. ജാതി, അതുപോലെയുള്ള ഒരുപാട് വംശീയത, അപ്പോൾ ഷെർമൻ ജാക്സണൊക്കെ ചെയ്യുന്ന പോലെ വംശീയത, ഇങ്ങനത്തെ മനുഷ്യരുടെ ജീവൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന ഇസ്ലാമോഫോബിക് ഫ്രെയിമിൻ്റെ പുറത്ത് കിടക്കുന്ന ഒരു രാഷ്ട്രീയത്തെയാണ് നമ്മൾ തീർച്ചയായും മുന്നോട്ട് വെക്കേണ്ടതെന്ന് തോന്നുന്നു. തീർച്ചയായും ധാരാളം തുറവികൾ ഇസ്ലാമിക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ആലോചനകൾ, അല്ലെങ്കിൽ പിന്നെ ഇസ്ലാമോഫോബിയ എന്ന നിലനിൽക്കുന്ന വലിയൊരു യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ടൊക്കെ ആലോചിക്കുമ്പോൾ നമ്മളുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇസ്ലാമിനൊരു ലോകവീക്ഷണം എന്ന നിലക്കൊക്കെ മനസ്സിലാക്കുമ്പോൾ എങ്ങനെയാണ് പിന്നെ അത്തരം ആലോചനകളെ വികസിപ്പിക്കുക, മുന്നോട്ട് കൊണ്ടുപോകുക എന്നതൊക്കെ വളരെ പ്രധാനമാണ്. അപ്പോൾ അതിലേക്കുള്ള ഒരു ആമുഖം എന്ന നിലക്കുള്ള ഏതാനും ചില ആലോചനകളാണ് പങ്കുവെച്ചത്.